വചനവും ക്രിസ്തുവിൻ്റെ സാക്ഷ്യവും നിമിത്തമായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാമോ? കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് രോഗത്തിൻ്റെ ചില കാഠിന്യതകളിലൊക്കെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പകൽ ദൈവം തന്നെ നമ്മോട് സംസാരിക്കണം. സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിനകത്തല്ല ഞാൻ നിൽക്കുന്നതെങ്കിലും അവൻ ഇന്ന് പകൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഈ പകലൊന്ന് തിരിഞ്ഞു നോക്കും, ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി 2 പ്രസംഗം പ്രസംഗിക്കണം. അതുകൊണ്ട് എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദൈവം നമ്മെ നിർത്തും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇരമ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായമാണ് നാം വായിച്ചത്. 33-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, നീ അറിയാത്തതും മഹത്തരമായ അഹോചരവുമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. ഇന്ന് പകൽ നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ശക്തിയോടൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് 2024 ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇനി എന്താണ് സഭയോട് സംസാരിക്കേണ്ടത്? ദൈവാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞൊരു ദൂതുണ്ട്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ ദൈവസഭയോട് പറയണം. എങ്ങനെ ഉറ്റിരിക്കാൻ പറയണം? പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാൻ പറയണം. പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ അപേക്ഷ കേൾക്കും, അവന് വേണ്ടി ഞാൻ ഉത്തരവുമായി ഇറങ്ങി വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, കർത്താവിൻ്റെ നമ്മുടെ 2024 നമ്മെ വിട്ടുപോകാൻ ഇനി ചില ദിവസങ്ങൾ, 1 മാസവും കൂടെയുള്ളൂ. കഷ്ടിച്ച് ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയിട്ടുള്ള ചില നന്മകളുണ്ട്. ഹല്ലേലൂയ. 2024 പ്രാപിക്കേണ്ടത് 25 പ്രാപിച്ചാൽ പറ്റത്തില്ല. 2024 പ്രാപിക്കേണ്ടത് 24 പ്രാപിക്കണം. 2023 വച്ചിരിക്കുന്ന നന്മ 24 പ്രാപിക്കാൻ കഴിയത്തില്ല. 3 പ്രാപിക്കേണ്ടത് 3 തന്നെ പ്രാപിച്ചിട്ടേ നമുക്ക് 24 കടക്കാൻ കഴിയത്തുള്ളൂ. അതുപോലെ ദൈവം വച്ചിരിക്കുന്ന ചില നന്മകളുണ്ട്. അപ്പോൾ 2024 കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രാപിച്ചെടുക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ ഇന്ന് പകൽ ആത്മാർത്ഥമായി ഞാൻ പറയാം, 24 പ്രാപിക്കേണ്ടത് 24 തന്നെ പ്രാപിക്കണം. സ്തോത്രം പറഞ്ഞില്ല. 24 പ്രാപിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിനകത്തുള്ള പ്രാർത്ഥനാ കുറവ് കൊണ്ട്, ദൈവത്തോടുള്ള സമർപ്പണം കൊണ്ട്, ദൈവവുമായുള്ള ബന്ധത്തിന്റെ കുറവ് കൊണ്ട് 25ലേക്കോ മറ്റു മാസങ്ങളിലേക്കോ വർഷങ്ങളിലേക്കോ കടന്നുപോയാൽ നമുക്ക് ലഭിക്കണമെന്നില്ല. 24 പ്രാപിക്കേണ്ടത് 24 പ്രാപിക്കണം. എങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടൊരു ദൂത് പറയാം, 2024 ദൈവം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്നത് മഹത്തരവും അഗോചരവുമായ ചില കാര്യങ്ങള് നിന്റെ മുൻപിൽ ദൈവം നിരത്തി വെക്കാൻ പോകുകയാണ്. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങണം. ആരാലും പരിഹരിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങള് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി പരിഹരിച്ച് അതിന് ഉത്തരവുമായി എൻ്റെ ഈ പകൽ ഇറങ്ങി വരൂ. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചോ, അന്യഭാഷകളിലോ ദൈവത്തെ സ്തുതിക്കണം. ആരോടൊക്കെ എന്നറിയത്തില്ല, ദൈവാത്മാവ് ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കൂടാരങ്ങൾക്കകത്ത് മഹത്തരമായ അഗോചരമായ ചില വാഗ്ദത്ത നിവർത്തികള് എൻ്റെ ദൈവ തുറമിടുകയാണ്. നാളുകൾക്ക് മുമ്പ് ശത്രു അടച്ചത് നിന്റെ മുൻപിൽ ഈ പകൽ ദൈവം തുറക്കുന്നു. നാളുകൾക്ക് മുമ്പ് ചില മണ്ഡലങ്ങൾ അടയപ്പെട്ടത് ഈ പകൽ എൻ്റെ ദൈവം തുറക്കുകയാണ്. വിശ്വസിക്കാമെങ്കിൽ എൻ്റെ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാർത്ഥമായി പറ, 2024 ദൈവം എനിക്ക് വച്ചിരിക്കുന്നത് ഞാൻ പ്രാപിക്കുക തന്നെ ചെയ്യും. 2024 ദൈവം എന്താണോ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് പ്രാപിച്ചിട്ട് ഞാൻ 25 കടക്കത്തുള്ളൂ. എന്നെ നന്മയെ തടയാ ഒരു ശത്രുവിനും കഴിയത്തില്ല. കാരണം ഞാൻ നന്മയുടെ പിൻപിൽ ചലിക്കുന്നവനല്ല. നന്മയും കരുണയും എൻ്റെ ആഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്നവനാണ്. ഈ പകൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാളുകളായി നിന്നെ ഒതുക്കിയ ചില ഇരുട്ടിന്റെ മേഖലകളെ വെട്ടി വീഴ്ത്തി നിന്റെ കൂടാരത്തിനകത്ത് ചില
ദൈവപ്രവൃത്തിയുടെ കിരണങ്ങൾ ഈ പകൽ വെളിപ്പെടുന്നു. ഈ പകൽ വെളിപ്പെടുന്നു. ആളുകളായി കരഞ്ഞിട്ട് ഒരു വാതിൽ തുറക്കാതെ, ആളുകളായി ഉപവസിച്ചിട്ട് തലമുറയുടെ സ്ഥിതി മാറാതെ, ആളുകളായി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് ഒരു നന്മയും പ്രാപിച്ചെടുക്കാൻ കഴിയാതെ ആരൊക്കെ ഈ ദൂത് കേൾക്കുന്നുണ്ട്. ഇമ്മ പകൽ ദൈവം പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ഈ 2024 നിവർത്തിയാകേണ്ടത് ഈ വർഷം തന്നെ നിന്റെ കരത്തിൽ തരുന്ന ദൈവത്തിന്റെ അളവറ്റ സാന്നിധ്യം. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ, പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഈ പകൽ അസാധാരണമായ ദൈവകൃപ വെളിപ്പെടുകയാണ്, അസാധാരണമായ ദൈവ സാന്നിധ്യം. ഓ റിബാരബ ശരാദരാദ വൈഡമാന അർത്ഥരേഖ ശരാമന ശരാധുരീക ശരാധരാഘ അർത്ഥനാദ റീഖമാന ധൂരാധാര. ദൈവവചനം പറയുന്നത് പോലെ സാത്താൻ മിന്നൽ പോലെ വെട്ടേറ്റ് വീഴുന്നു. ഇന്ന് പകൽ എന്റെ ഉയർച്ചയെ തടയുമ ചിലവ്. ഇന്ന് പകൽ സ്വർഗത്തിന്റെ ഭൂതന്മാർ ഇറങ്ങി വെട്ടി വീഴ്ത്തുന്നൊരു പകലാണ്, വെട്ടി വീഴ്ത്തുന്ന പകലാണ്. അസാധാരണമായ ദൈവകൃപയുടെ ആഴകൾ ഈ പകൽ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു വരുന്ന പകലാണ്. ഇന്ന് പകൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഒന്ന് പ്രാർത്ഥിക്കാൻ തൻ്റെ ഇടമുണ്ടോ? പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു മനസ്സുണ്ടോ? പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ തിരിയും. പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അവസ്ഥകൾ മാറും. പ്രാർത്ഥിക്കുന്നവൻ്റെ സാഹചര്യങ്ങൾ മാറും. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ. പക്ഷേ വേറെ എന്തു പറഞ്ഞാലും ഞങ്ങൾ ചെയ്യാം. ദശാംശം തരണോ, അതിന് റെഡിയാണ്. ഹലോ ഹലോ, ഉപവസിക്കണോ, അതിന് റെഡിയാണ്. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഉപവസിച്ചെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്നില്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് പ്രയർ, സത്യമാണ്. പക്ഷേ ഉപവസിക്കുന്ന പലരുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയില്ല. എന്താണ് പ്രാർത്ഥന? ദൈവവും നീയുമായുള്ള സംസാരമാണ് പ്രാർത്ഥന. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ദൈവവും നീയുമായുള്ള ബന്ധമാണ് പ്രാർത്ഥന. ഈ 2024 എന്തെങ്കിലും വാങ്ങണോ, എന്തെങ്കിലും ദൈവത്തൊന്ന് പ്രാപിച്ചെടുക്കണോ, ഈ പകൽ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് മടങ്ങുക. ഓ, സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് പകൽ കൈയടിച്ചത് കൊണ്ട് വിശ്വാസിയായേക്കാം. ഓ, പാസ്റ്റർ ലിസ്റ്റിൽ പേര് തന്നേക്കാം. ഈ പകൽ ഇവിടെ വന്നിരുന്ന് ആരാധിക്കുന്നത് കൊണ്ട് മെമ്പർഷിപ്പ് തന്നേക്കാം. പക്ഷെ ദൈവവുമായുള്ള ബന്ധമുള്ളവന് വേണ്ടി മാത്രമേ എൻ്റെ ദൈവം വഴികളെ തുറക്കത്തുള്ളൂ. ദൈവവുമായുള്ള ബന്ധമുള്ളവന് വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി മാത്രമേ ദൈവ വാതിലുകളെ തുറക്കത്തുള്ളൂ. ഒരുപക്ഷെ 100 കണക്കിന് പേര് എന്നെ കാൽക്കുന്നവരുണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിളിച്ചു പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരുപക്ഷെ ചെറിയ വാതിലുകൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു വന്നേക്കാം. പക്ഷെ സ്നേഹത്തോടെ പറയിട്ട്, നിന്റെ മുൻപിൽ തുറക്കപ്പെടുന്ന വാതിൽ ശാശ്വതമാകണമെങ്കിൽ നീയും ദൈവവുമായുള്ളൊരു ബന്ധം വേണം, നീയും ദൈവവുമായൊരു കൂട്ടായ്മ വേണം. ഇന്ന് പകൽ ദൈവസഭയെ മടക്കി വിളിക്കുകയാണ്. റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്, ദൈവവുമായുള്ള ഒരു കൂട്ടായ്മയിലേക്ക് മടങ്ങുക. പ്രാർത്ഥനയുടെ ആഴത്തെ ഇരമ്യാവ് ഈ വാക്യത്തിനകത്ത് എഴുതിയിടുകയാണ്. എന്നും അറിയാമോ? നീ അപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളാം. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വൺ വേ കമ്മ്യൂണിക്കേഷൻ. ആമേൻ. നീ അവിടെ നിന്ന് തറയിലിരുന്ന് അല്ലെങ്കിൽ കസേരയിലിരുന്ന് എന്തോ മുകളിലോട്ട് മാത്രം പറയുന്നതല്ല പ്രാർത്ഥന. ഇറ്റ്സ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. നീ അപേക്ഷിക്കുമ്പോൾ നിന്റെ ഉത്തരവുമായി ദൈവം ഇറങ്ങി വരുന്നതിൻ്റെ പേരാ പ്രാർത്ഥന. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മൾ ഒത്തിരി അപേക്ഷിക്കുന്നവരാണ്. നമ്മൾ കരയാത്ത ദിവസങ്ങളില്ല, നമ്മൾ പ്രാർത്ഥിക്കാത്ത ദിനരാത്രങ്ങളില്ല, നമ്മൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരയാത്ത അവസ്ഥകളില്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്നെങ്കിലും പായെടുത്തിട്ട് ദൈവസന്നിധി കരയുമ്പോൾ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ, ഈ പായിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നീ എന്നോടൊന്ന് സംസാരിക്കണമെന്ന്? നമ്മൾ ദൈവത്തോട് എന്തൊക്കെ പറയുന്നത് കൊണ്ട് നമ്മൾ സംതൃപ്തരാണ്.
നമ്മൾ പറയും ഇറ്റ്സ് ഇനഫ്. എനിക്ക് പറയാനുള്ള എൻ്റെ വിഷമങ്ങളെല്ലാം ദൈവസന്നിധി ഞാൻ ഇറക്കി വെച്ചല്ലോ, മതി മതി, ദൈവം കേട്ടുകഴിഞ്ഞു, ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ അവസ്ഥ മാറും. ഞാൻ സ്നേഹത്തോടെ ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തോ അങ്ങോട്ട് കൊടുക്കുന്നതല്ല. പ്രാർത്ഥനയുടെ യഥാർത്ഥ അർത്ഥമെന്ന് പറയുന്നത് നീ ഒന്നും അങ്ങോട്ട് കൊടുത്തില്ലേലും ദൈവത്തിന് ഇങ്ങോട്ട് പറയാനുള്ളത് കേൾക്കുന്നതാണ്. ചില സമയങ്ങളിൽ പായെടുത്തിട്ട് കരയണമെന്നില്ല, ചില സമയങ്ങളിൽ കണ്ണുനീരോടെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കണമെന്നില്ല. പക്ഷെ എവിടെയൊക്കെ വെച്ച് ഹൃദയത്തിൻ്റെ ഞെരുക്കങ്ങൾ ദൈവം അറിയുമ്പോൾ, ഒരുപക്ഷെ ബസ്സിനകത്തായിരിക്കുമ്പോഴായിരിക്കാം, ഒരുപക്ഷെ വാഹനം ഓട്ടിക്കുമ്പോഴായിരിക്കാം, ഒരുപക്ഷെ നടക്കുമ്പോഴായിരിക്കാം, ഒരുപക്ഷെ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കാം, എപ്പോഴായിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഏതൊക്കെ സാഹചര്യത്തിനകത്തായിക്കൊള്ളട്ടെ, ദൈവത്തോട് നീ യഥാർത്ഥമായി വാക്കുകൾ കൊണ്ട് സംസാരിച്ചില്ലല്ലോ, നിന്റെ ഹൃദയത്തിന്റെ ഞെരുക്കം കേട്ട് നിന്നോട് സംസാരിക്കാൻ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നീ അനുഭവിച്ചിട്ടുണ്ടോ? അതിന്റെ പേരാണ് പ്രയർ, അതിന്റെ പേരാണ് പ്രാർത്ഥന. ഉലകത്തിൽ ഒരു ശത്രുവിനും ജയിക്കാൻ കഴിയാത്ത ഒരുവനുണ്ടെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നവനാണ്, അവൻ പ്രാർത്ഥിക്കുന്നവനാണ്. ഈ തലമുറയിൽ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, ഈ തലമുറയിൽ സമർപ്പണമുള്ളവർ എഴുന്നേൽക്കട്ടെ. ഇമ്മകൾ ശത്രു ഭയപ്പെടുമ്പോ പ്രാർത്ഥനാ യോദ്ധാക്കൾ ഈ ആലയത്തിനകത്തും എഴുന്നേറ്റ് വരട്ടെ. കരമടിച്ചല്ല ദൈവത്തിന് ആരാധന കൊടുത്താട്ട്. ഓ ശബരാധാരിക്കാമാന, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തറിയില്ല കേട്ടോ, അസാധാരണമായ ദൈവ സാന്നിധ്യം ചിലരെ മാവിനെ തൊടുകയാ, ചിലവിന്റെ മാവിനെ തൊടുകയാ. ഈ പകൽ പ്രാർത്ഥനയുടെ വരം തരികയാ. നീ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തി ദൈവം ചിലവരെ എഴുന്നേൽപ്പിക്കാൻ പോകുക. ഇമ്മലകളിൽ പ്രാർത്ഥിച്ചതുപോലെ ദൈവം ചിലവരെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥനയുടെ ആഴത്തിലേക്ക് മുട്ടോളമല്ല, അരയോളമല്ല, നീട്ടല്ലാതെ കടപ്പാൻ കഴിയാ ദൈവിക ആഴത്തിലേക്ക് ഈ പകൽ നിന്നെ കൊണ്ടുപോകുക. നീ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ, നീ ആയിരിക്കുന്ന മേഖലകൾക്കകത്ത് ഇമ്മ പകൽ ദൈവത്തിന്റെ ഉത്തരം. ശരാബരാധുരിഖമാന ധൂരചാര അർത്ഥമാന ധൂരചാര ഘടകധാര ധാര ധാര അർത്ഥമാന ധൂരധാര ഘടക ധൂരമാരിഖമാന ശരാധാര ധാര. ഓ റിമാന ധാര ധാര. ഓ ശരാബലാര ഗൽഖമാന ദുരഘടക. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കും, പാസ്റ്ററേ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? എന്തിനാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്? വചനം പറയുന്നു, God invite us to pray. ദൈവം നമ്മെ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുകയാണ്. ഹലോ, ദൈവം നമ്മെ പ്രാർത്ഥിക്കാൻ ക്ഷമിക്കുകയാണ്. പ്രാർത്ഥന ഒരു ദൈവിക കൽപ്പനയാണ്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? തിമോത്തിയോസിനോട് പൗലോസ് പറയുമോ, തിമോത്തിയോസേ നീ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. കാരണം എന്ത്? പ്രാർത്ഥന ദൈവിക കൽപ്പനയാണ്. ഓ, പ്രാർത്ഥന ദൈവിക കൽപ്പനയാണ്. ദൈവം പ്രാർത്ഥിക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ്. മൂന്നാമത് ചോദിച്ച ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ ജീസസ് ക്രൈസ്റ്റ് ഈ ഭൂമിയിൽ, ദൈവം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്ന കാലം മുഴുവന് ദൈവം കാണിച്ചു തന്ന ഏറ്റവും വലിയ മാതൃക അത് പ്രാർത്ഥനയാണെങ്കിൽ, ദൈവം നമ്മെ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുന്നു. പ്രാർത്ഥന ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അടുത്തു ദൈവവചനം പറയുന്നു, ദൈവത്തിൻ്റെ മോഡൽ അത് പ്രാർത്ഥനയാണ്. പകൽ മുഴുവൻ രോഗിയെ സൗഖ്യമാക്കിയിട്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് ഏകാഗ്രതമായി പിതാവിനോട് സംസാരിക്കും. പിതാവിന് പറയാനുള്ളത് കേൾക്കും. ഈ തലമുറയിൽ ദൈവമുള്ളവരായി ജീവിക്കണോ? ഇന്ന് പകൽ പ്രാർത്ഥിക്കാമെന്ന് തീരുമാനമെടുക്കുക. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു തലമുണ്ടെന്നും അറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഴിവതും നിങ്ങളുടെ ഭവനത്തിൻ്റെ ഉയരങ്ങളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? ഉയരങ്ങളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവ് പ്രാർത്ഥിച്ചത് മുഴുവനും മലമുകളിലായിരുന്നു. ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചത് മുഴുവനും
അവൻ ഉയരങ്ങൾ കയറിയിരുന്നു പ്രാർത്ഥിക്കാൻ. മോശയോട് പറഞ്ഞു, മോശേ സമാഗമന കൂടാരം എടുക്കടാ, അവൻ തേജസ്സിന്റെ പെട്ടകം എടുക്കടാ, കയറി വാ മലയിലേക്ക്, ഞാൻ അവിടെ ഇറങ്ങി വരാം. നിന്റെ കൂടാരത്തിന്റെ അകത്ത് എവിടെയാണോ ഏറ്റവും ഉയരമുള്ള ഇടമുള്ളത്, ഒരുപക്ഷെ രണ്ടാമത്തെ നിലയായിരിക്കാം, ഒരുപക്ഷെ മൂന്നാമത്തെ നിലയായിരിക്കാം, എവിടെയാണോ സാഹചര്യമുള്ളത് അവിടെ കയറിയിരുന്ന് ഒരു പ്രാർത്ഥനയുടെ ദീപശിഖ ഒന്ന് കത്തിച്ചു നോക്ക്. നിന്റെ കൂടാരത്തിൽ വെളിപ്പെടും വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. കാരണം പ്രാർത്ഥന ദൈവത്തിന്റെ ഉടമ്പടിയാണ്. ദൈവം പറയുന്നതെന്തും കേൾക്കാൻ നമ്മുടെ ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അതുകൊണ്ട് കർത്താവ് നമ്മെ വിളിക്കുന്നേ എന്തിന്? മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ. വീട് തരാനല്ല, കാർ വാങ്ങാനല്ല, ഏതോ സാഹചര്യത്തിൻ്റെ മേഖലകൾക്കകത്ത് ചെറിയ നന്മ തരാനല്ല, ഉലകത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത രീതിയിൽ നിന്നെ എനിക്ക് മാനിക്കാൻ മഹത്വവും അഹോചര്യവുമായുള്ള കാര്യങ്ങൾ നിന്നിൽ എനിക്ക് ചെയ്യണമെങ്കിൽ നീ പ്രാർത്ഥിക്കാൻ കയറി വാ. നീ പ്രാർത്ഥിക്കാൻ കയറി വാ. അങ്ങനെ കയറി വന്നാൽ ഞാൻ നിന്നോട് ഇടപെടാൻ ഇറങ്ങി വരാ. ഈ പകൽ ആരോടൊക്കെ ദൈവാത്മാവ് കൈമാറുക, മടുത്തുപോയ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കയറി വാ. ഈ പകലൊന്ന് തീരുമാനിക്ക്, കർത്താവേ 1 മണിക്കൂർ ഞാൻ വേറിട്ടിരിക്കുക, 2 മണിക്കൂർ ഞാൻ വേറിട്ടിരിക്കുക. എൻ്റെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ വേറിട്ട് ദൈവസന്നിധിയിലിരിക്കുക. എനിക്ക് ശുശ്രൂഷ ഇല്ലാത്ത സമയങ്ങളിൽ ഞാൻ മുഴങ്കാലിരുന്ന് കരയാമെന്ന് ഒരു മനുഷ്യൻ ഇതിനകത്തിരുന്ന് തീരുമാനമെടുത്ത നിന്റെ ജീവിതത്തെ 2025 പ്രെഡിക്റ്റ് ചെയ്യാൻ ഉലകത്തിൽ ആർക്കും കഴിയത്തില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കാരാവടിച്ചു വായ്കളെ തുറമ എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കട്ടെ. ശാരാബാല ധൂരാജാര ഘടക ധൂരജാര വൈളവാല അർത്ഥമാന ധൂരജാര ഘടക ധൂര വൈളവാല ശരാരക ഛരാരകൾ ഖമാന ധുരഘടക ധുരാരകൾ ഖബ അർത്ഥമാന ധുരാരകൾ ഖബ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചാൽ അപ്പൊ ദൈവത്തിന്റെ കൽപ്പനയാണ്. ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ് പ്രാർത്ഥന. നിങ്ങൾ ചോദിക്കും, ആമേ കർത്താവ് കാണിച്ചു തന്ന മാതൃകയിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കും? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പ്രാർത്ഥനാ ജീവിതമുള്ള ഒരുവനായി ഞാൻ മാറിയാൽ ദൈവദാസനെ എൻ്റെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിക്കുക? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാ, പ്രാർത്ഥിക്കുന്നവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല. പ്രാർത്ഥിക്കുന്നവൻ വാതിലുകൾ പോയി മുട്ടേണ്ട വരത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ ആൾക്കാരുടെ മുൻപിൽ കൈ നീട്ടേണ്ട വരത്തില്ല. പ്രാർത്ഥിക്കുന്നവൻ കോളേജിന്റെ വരാന്തയിൽ നിൽക്കേണ്ട അവസ്ഥ വരത്തില്ല. ഈ തലമുറയിൽ ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാ, പ്രാർത്ഥിക്ക. ഈ തലമുറയിൽ അസാധാരണമായി ദൈവം നിന്നെ മടച്ചിട്ട്, അസാധാരണമായി ദൈവം നിന്നെ മടച്ചിട്ട്, ഈ തലമുറയിൽ ആരെയും മടച്ചിട്ടില്ലാത്ത വിധത്തിൽ എന്റെ ദൈവം നിന്നെ മടച്ചിട്ട്. Shabaraba Artura Vaidaba Rikabara Artamana Tuda Tarara Galkabara Balagadega Sharamana Galkabara Duragadaga Tudara Galkaba. Amen. Sharara Galkaba. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം. അപ്പന് നമ്മെ സഹായിക്കാൻ കഴിയാത്ത സമയങ്ങൾ, അമ്മയ്ക്ക് നമ്മെ സഹായിക്കാൻ കഴിയാത്ത സമയങ്ങൾ, ഒരുപക്ഷെ ഒരു പാസ്റ്റർക്ക് സഹായിക്കാൻ കഴിയാത്ത സമയങ്ങൾ, നിന്റെ ഹൃദയത്തിൻ്റെ വേദന ഒന്ന് മാറ്റി സന്തോഷമാക്കി തരാ. ഉലകത്തിൽ ആർക്കും കഴിയാത്ത അവസ്ഥകൾ വന്നേക്കാം. പക്ഷെ ദൈവം കാണിച്ചു തന്നൊരു മാതൃകയുണ്ട്. ആമേ, ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് 3 പേർ സുഖമായി കിടന്നുറങ്ങുമ്പോൾ ഒരമ്മിൻ പാടകല് ഒരു വിദൂരതയിൽ ചെന്ന് എൻ്റെ ദൈവ സ്വർഗത്തിലെ പിതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ ദിവ്യമായ മാതൃകയിൽ ഉലകത്തിൽ ആരും സഹായിക്കാൻ കഴിയാത്ത സാഹചര്യം
സാഹചര്യങ്ങൾ വരും കേട്ടോ. ചിരിച്ചു കാണിക്കുന്നവർ മാറി നിന്ന് കുറ്റം പറയുന്ന അവസ്ഥകൾ വരും. ഇന്ന് ചേർത്ത് പിടിക്കുന്നവർ നാളെ തള്ളി പറയുന്ന അവസ്ഥകൾ വരും. ഇന്ന് സ്നേഹത്തോട് താലോലിക്കുന്ന പലര് നാളെ കരം നീട്ടി അടിച്ച് അമ്മെ പുറത്താക്കുന്ന സാഹചര്യങ്ങൾ വരും. അവിടെയൊക്കെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന മഹത്തരമായൊരു നിയോഗമുണ്ടെങ്കിൽ അത് പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരുവൻ തയ്യാറായോ? ആകാശത്തെ ചാഴ്ച അവന്റെ മുൻപിൽ എന്റെ ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നു കഴിഞ്ഞ യാക്കോബേ, യാക്കോബേ, നീ എന്നും അമ്മ ഞാനുമായി മല്ല് പിടിക്കുമെന്ന് എന്നെ വിടുക എന്ന് ദൈവിക ദൂതനോട് ദൂതൻ യാക്കോബിനോട് പറയുമ്പോ യാക്കോബ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നെ അനുഗ്രഹിച്ചിട്ടില്ല, ഞാൻ നിന്നെ വിടത്തില്ല. ഇന്ന് മകൾ അനുഗ്രഹം വേണോ? പ്രാർത്ഥിക്കാൻ തയ്യാറാക്. ഇന്ന് മകൾ അനുഗ്രഹം വേണോ? കരയാൻ തയ്യാറാക്. ഇന്ന് മകൾ ആകാമൻ അനുഗ്രഹം വേണോ? ഇന്ന് മകൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാക്. അർഘമാന ധൂരാധാര ധാരാബാലാരഗമാന അർഘമാന ദ്വാരാധാര അർഘമാന ദുരഗടക. ആമേ, ഈ തലമുറയുടെ ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? അനുഗ്രഹം വേണം, പ്രാർത്ഥിക്കാൻ പറ്റില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ, സ്തോത്രം പറഞ്ഞില്ലല്ലോ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആരെ വേണമെങ്കിലും വിളിച്ച് അനുഗ്രഹം പ്രാപിച്ചാമേ പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, സബിൻ പാസ്റ്റർ പ്രാർത്ഥിച്ചത് കൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടണമെന്നില്ല. ശമുവേൽ പാസ്റ്റർ പ്രാർത്ഥിച്ചത് കൊണ്ട് അനുഗ്രഹിക്കപ്പെടണമെന്നില്ല. ഈ തലമുറയിൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ആരുടെ നാവ് കൊണ്ട് നിന്റെ സമൃദ്ധിയെ ബന്ധിക്കാൻ കഴിയില്ല. നീയും ദൈവവുമായുള്ള ബന്ധമുണ്ടെങ്കിൽ. ഓ, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല, നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഒരുവനും സമൃദ്ധിയെ ബന്ധിക്കാൻ കഴിയില്ല. ഒരുവനും സമൃദ്ധിയെ നിനക്ക് വേണ്ടി തുറന്നു വരാൻ കഴിയില്ല. പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ ജീവിതത്തിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി നിന്റെ മുൻപിൽ തുറന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവികമായുള്ള ബന്ധത്തിൽ ആരാധിക്കണം. അതൊരു ചടങ്ങായിട്ടല്ല. ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് ട്രഡീഷൻ. അതൊരു മതപരമായ ഒരു ചടങ്ങിനുള്ള ആരാധനയല്ല. ആമേൻ. ആരാധന എന്ന് പറയുന്നത് വ്യവസ്ഥയിലാണ്. ഓ, ദൈവവുമായുള്ള ബന്ധത്തിലാണ്. ദൈവവുമായുള്ള ബന്ധമില്ലാത്തവർ എത്ര പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ സ്തോത്രം കുറഞ്ഞു, നിങ്ങൾ സ്തോത്രം കുറഞ്ഞു. യാക്കോബിനോട് ദൂതൻ പറയുന്നുണ്ട്, യാക്കോബേ നിന്റെ പേരെന്ത്? അവ സമ്മതിക്കുന്നുണ്ട്, ഞാൻ ഉബായ, ഞാൻ ഉബായ. ദൈവം ചോദിക്കുന്നുണ്ട്, ഇന്ന് നീ റെഡിയായാൽ നിന്റെ പേര് മാറും. ഇന്ന് നീ റെഡിയായാൽ നിന്റെ അവസ്ഥ മാറും. ഒരു വടിയേ ഉള്ളൂ, രണ്ട് കൂട്ടമായി നീ മടങ്ങി വരും. പക്ഷെ ദൈവവുമായുള്ള ബന്ധം വേണം. നീ യാഗപീഠം പണിയണം, നീ ആരാധിക്കണം. മക്കളെ, ഒരായുസ് മുഴുവനും കഷ്ടപ്പെട്ട നമ്മുടെ അപ്പനമ്മമാർ നമുക്ക് വേണ്ടിയും സമ്പാദിച്ചിട്ടത് അവരോട് ചോദിച്ചാൽ, ഇന്നത്തെ അപ്പൻ അമ്മമാർക്ക് സമ്പാദിക്കണമെന്നൊന്നും ആഗ്രഹം ഇല്ല. എല്ലാം പോക്കറ്റിൻ്റെ അകത്തിട്ടിട്ട് നാളെ കർത്താവ്, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല, എൻ്റെ വീട്ടിൽ ആഹാരം. ദൈവം പറയുന്നത് ഉറുമ്പിനെ കണ്ട് ബുദ്ധി പഠിക്കാനാ പറയുന്നേ. എന്നും ഈ കയ്യിൽ പണം വരില്ല. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. എന്നും ഈ കയ്യിൽ പണം വരില്ല. എന്നും ആരോഗ്യം നിന്റെ കൂടെ കാണില്ല. എന്നും ദൈവം തരുന്ന വഴികൾ എന്നും കൂടെ കാണില്ല. നിനക്കുണ്ടാകുമ്പോൾ ഉറമ്പിനെ പോലെ നീ തലമുറകൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഹലോ, കയ്യിൽ നന്മ വരുമ്പോൾ വീടിന് അടിസ്ഥാനമിടണം. കയ്യിൽ നന്മ വരുമ്പോൾ ദൈവരാജ്യത്തിന് കൊടുത്തിട്ട് മറ്റുള്ളവർ നിന്നെ വിഭവനത്തിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഒരുക്കി വെക്കണം. സ്തോത്രം പറഞ്ഞില്ല. ഓ, അതെൻ്റെ സബ്ജക്റ്റ് അല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇന്ന് പകൽ കേട്ടെ, ഒരായുസ് മുഴുവനും അധ്വാനിച്ചിട്ടാ അവർ പലതും പലർക്കും വേണ്ടി ഒരുക്കി വെക്കുന്നത്. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിന്റെ കൂടാരത്തിനകത്ത് എന്തുണ്ടായാലും അത് നിലനിൽക്കണമെങ്കിൽ നിന്റെ കൂടാരത്തിനകത്ത് പ്രാർത്ഥനയുണ്ടാകണം.
നിന്റെ കൂടാരത്തിനകത്ത് പ്രാർത്ഥനയുണ്ടാകണം. പ്രാർത്ഥനയില്ലാതെ നിന്റെ കൂടാരം നിലനിൽക്കില്ല. നിന്റെ കൂടാരത്തിൻ്റെ സാഹചര്യം നിലനിൽക്കില്ല. തലമുറകളെ പഠിപ്പിക്കേണ്ടത് ദൈവമുണ്ടെന്നും അവനോട് സംസാരിക്കാനും പഠിപ്പിച്ച നിന്റെ തലമുറ വഴിപിടച്ചു പോകില്ല. ഒന്നുമില്ലേലോ, അവനൊന്നുമില്ലേലോ, എല്ലാം തകർന്നവനാണേലോ. ഇന്ന് പകൽ യാക്കോബിന്റെ കയ്യിൽ ഒരു വടി മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവവുമായി അവൻ കണക്റ്റായപ്പോ, ദൈവ സാന്നിധ്യത്തിനകത്ത് അവൻ കയറി നിന്നപ്പോ അവനെ പറ്റി ദൈവം പറയുക, യാക്കോബേ, ഒരു വടിയുമായി പോകുന്ന നിന്നെ ഒരു രണ്ട് സൈന്യമാക്കി ഞാൻ നിന്നെ പുറത്തു കൊണ്ടുവരാ. ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് കൈമാറുക. ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തിനകത്ത് കയറി വാ. ഈ പകൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കാ, ഞാൻ നിന്നെ ഉയർത്താ. നിനക്ക് വേണ്ടിയുള്ളവ ഞാൻ തുറന്നു വരാ. പ്രിയരെ, ഞാൻ പറയാം, ദൈവമില്ലാതെ നീ എന്തു സമ്പാദിച്ചാലും അത് കീറിയ കീശയ്ക്കകത്തിടുന്ന പണത്തിന് തുല്യമാണ്. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ദൈവമില്ലാതെ എന്തുണ്ടാക്കിയാലും, ദൈവമില്ലാതെ എന്തൊക്കെ നേടാൻ ശ്രമിച്ചാലും, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് എന്തൊക്കെ വിട്ടുപോയിട്ട് എന്തെല്ലാം ആരെയൊക്കെ പറ്റിച്ച് നേടാൻ ശ്രമിച്ചാല് അത് കീറിയ ഓട്ടക്കാശണയ്ക്ക് തുല്യമാണ്. കീറിയ സഞ്ചിക്കകത്ത് പണം ശേഖരിക്കുന്നതിന് അവന് തുല്യമാണ്. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവം കൂടെയുണ്ടോ? ഒന്നുമില്ലേലോ. ദൈവമായുള്ള ബന്ധമുണ്ടോ? അവൻ നിന്നെ രണ്ട് കൂട്ടമാക്കി മാറ്റും. ദൈവം കൂടെയുണ്ടെങ്കിൽ അനാഥത്വത്തിന്റെ അകത്ത് കിടക്കുന്ന നിന്നെ എസ്തേറേ ഞാൻ രാജകീയ കൊട്ടാരത്തിലിരുത്ത്. ദൈവം കൂടെയുണ്ടെങ്കിൽ യോസേഫേ കാരാഗ്രഹത്തിനകത്ത് 7 വർഷമായി കിടക്കുന്ന നിന്നെ ഞാൻ രാജകൊട്ടാരത്തിനകത്തിരുത്ത്. എന്നറിയില്ല ദൈവാത്മാവ് ഈ ദൂതിങ്ങനെ കൊണ്ടുപോകുമവ ആരുടെയൊക്കെ ശിരസിന്റെ ദൈവിക ദൂതന്മാർ കരം വയ്ക്കുകയോ. ഇന്ന് പകൽ അർഹതയില്ലാത്ത ചിലവ് ദൈവവുമായി ബന്ധമുള്ളതിന്റെ ഈ പകൽ ദൈവം കൈമാറുകയാ. പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിക്കുക. അർഹതയില്ലാത്തത് ചിലവിന്റെ മേൽ കൈമാറുന്നു. അർഹതയില്ലാത്ത അഭിഷേകത്തിന്റെ പുതപ്പ് ഈ പകൽ കൈമാറുകയാണ്. ആര് കാഴ്ചക്കാരായിരിക്കുന്നത്? ലൈവിലൂടെ ഞങ്ങളെ കാണുന്നത് നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ഈ പകൽ ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് നീ കയറി വാ. Sharadurika, Sharadaraka, Waidabala, O Shareko, Sharabala, Sharamada, Vikamana, Rabaraba, Sharabalagadaga. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവവുമായി ബന്ധമില്ലാത്തവന് ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ കൊണ്ട് കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. പ്രിയരെ, ഞാൻ പറയാം, പള്ളി വന്നതുകൊണ്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചത് കൊണ്ട് എങ്ങനെയോ കൈയടിച്ച് ആരോ ഉന്തിത്തള്ളിക്കൊണ്ടിരുത്തിയത് കൊണ്ട് കാര്യമില്ല. വ്യക്തിപരമായി ദൈവവുമായുള്ള ബന്ധം വേണം.
ആരാധനയുടെ അവസാന നിമിഷത്തിൽ 2 കൈയടിച്ച് സ്തോത്രം പറയാനല്ല അന്യഭാഷ നിനക്ക് തന്നത്. ദൈവവുമായി സംസാരിക്കാനാണ്, ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അങ്ങനെ ദൈവവുമായി കണക്ഷൻ ഉള്ളവന് വേണ്ടി മാത്രമേ എൻ്റെ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടത്തുള്ളൂ. ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, എത്ര നാളായി പ്രാർത്ഥിച്ചിട്ട്, എത്ര നാളായി ദൈവസന്നിധി കരഞ്ഞിട്ട്, എത്ര നാളായി ദൈവത്തുനിന്ന് കേട്ടിട്ട്? അതുപോട്ടെ, ദൈവത്തുനിന്ന് കേട്ടിട്ട് പ്രവാചകന്മാർ പറഞ്ഞതല്ല, സബിൻ ബാസ് ദൂത് പറഞ്ഞതല്ല. സബിൻ ബാസിനോട് ദൈവം സംസാരിക്കുന്നത് പറയും, സത്യമാണ്, ഇന്നും പറയും, നാളെയും പറയും. പക്ഷെ അതല്ല, നിന്നോട് വ്യക്തിപരമായി ദൈവം സംസാരിച്ചിട്ട് എത്ര നാളായി? സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പ്രാർത്ഥിച്ച കാര്യങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടക്കുന്നുണ്ടോ? ദൈവം ഡേറ്റ് പറഞ്ഞത് കണ്ണുനീരോട് ഉപവസിച്ചപ്പോൾ ദൈവം സംസാരിച്ചത് നിന്റെ കൂടാരത്തിനകത്ത് സംഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ എഴുതിയിട്ടോ. നീയും ദൈവമായൊരു ബന്ധമില്ല. പാടാനുണ്ടോ എന്നല്ല ചോദിച്ചേ, പ്രാർത്ഥിക്കാനുണ്ടോ എന്നല്ല ചോദിച്ചേ, പ്രസംഗിക്കാനുണ്ടോ എന്നല്ല ചോദിച്ചേ, ദൈവവുമായി ബന്ധമുണ്ടോന്ന്. നിങ്ങളുടെ സ്തോത്രം കുറഞ്ഞു. പ്രിയരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, വൈഫൈ ഉണ്ട്, വൈഫൈ നമ്മുടെ മൊബൈലുമായിട്ടോ നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഹലോ, അതുവരെ നമ്മുടെ ജീവിതത്തിനകത്ത് വാട്സപ്പിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിനകത്തോ FBക്കകത്തോ ഇതുവരെ ഈ നെറ്റില്ലാത്ത സമയത്ത് കാണാത്ത മെസ്സേജുകളും നോട്ടിഫിക്കേഷനുകളും വൈഫൈ കണക്റ്റ് ആയാൽ ഉടനെ ഫോണിൽ വരത്തില്ലേ? ഹലോ, വൈഫൈ കണക്റ്റ് ആകാതെ വാട്സപ്പ് തുറന്ന വല്ല മെസ്സേജും വരുമോ? വൈഫൈ ഓഫ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നേ. ഹലോ, എന്നിട്ടും പ്രാർത്ഥനയാ. ഇന്ന് കണ്ട മിസ്രൈമിനെ ഞാൻ ഭയങ്കര പാട്ടാ. എൻ്റെ വീട്ടിൽ ആഹാരം കുറവ് മാത്രമേ ഉള്ളൂ. കാരണം എന്നാന്നറിയാമോ? വൈഫൈ കണക്റ്റ് ആയിട്ടില്ല. എടാ, ദൈവവുമായുള്ള ബന്ധം കണക്റ്റല്ല. നിന്റെ ബാഹ്യ പ്രകടനങ്ങളിൽ പ്രസാദം കൊള്ളുന്നവനല്ല ദൈവം. നിന്റെ കൈയടിയുടെ മുൻപിൽ ഇറങ്ങി വരുന്നവനല്ല ദൈവം. നിന്റെ ഹൃദയത്തിന്റെ സാഹചര്യങ്ങൾക്കകത്ത് ഓടിയെത്തുന്നവനല്ല ദൈവം. നിന്റെ വിശുദ്ധ ജീവിതത്തിനകത്ത് ദൈവവുമായുള്ള ബന്ധത്തിനകത്ത് ഇറങ്ങി വരുന്നവനാണ് എന്റെ ദൈവമെങ്കിൽ ഈ പകൽ നഷ്ടമായി പോയ ദൈവബന്ധത്തെ ഈ പകൽ പുതുക്കിയെടുക്ക. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ വല്ലതും നടന്നില്ലെങ്കിൽ നമ്മൾ പറയും, ഭാര്യയോട് പറയും, ഭർത്താവിനോട് പറയും, മക്കളോട് പറയും, ഞാനിന്ന് ഉപവാസ. അത് 1.5 വാസമാണ്. ഫുൾ ടൈം മൊബൈലിലും ഫുൾ ടൈം TV-യിലും നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? എന്നിട്ട് ഭയങ്കര വാസമാണ്. എടാ, നീ വലിയ വാസമൊന്നും എടുക്കണ്ട. നീ ദൈവമായുള്ള ബന്ധത്തിലേക്ക് കയറുക. നിങ്ങൾ എന്നോട് പണങ്ങരുത്. ഇലക്ട്രിസിറ്റിയുടെ ലൈന് മെയിനുമായി കണക്റ്റ് ആകുമ്പോൾ സ്വിച്ച് ഇട്ടാൽ ഈ ലൈറ്റ് കത്തുന്നത് പോലെയാ ദൈവവുമായി ബന്ധമുള്ളവന് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത്. ഈ തലമുറയിൽ ദൈവമുണ്ടെന്ന് പറയുന്നവരുടെ ജീവിതത്തിനകത്ത് ദൈവവുമായി ഒരു ബന്ധവുമില്ല. ഹലോ, അവർക്കെമ്പും ദൈവസന്നിധിയിൽ നിന്ന് ഒളിച്ചു ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ട് പാപത്തിനകത്ത് കിടന്നുരുളുന്നവരാണ് ഈ തലമുറയിൽ. സ്നേഹത്തോടെ ഞാൻ പറയിട്ട്, കൂട്ടുകാർ പാപത്തെ പ്രലോഭിപ്പിച്ചാൽ നിന്റെ കുടുംബത്തിലുള്ളവർ വീണുപോയാൽ ആ പാപത്തിൽ വീഴാതെ ദൈവകൃപയിൽ നിൽക്കുന്ന ഭക്തന്മാർ ഇതിനകത്തുണ്ടോ? അവരെ നോക്കി ദൈവം പറയോ, ഇവൻ എന്റെ പ്രിയപുത്രനാണ്. ലോകത്തിന്റെ ചേറിൽ കിടന്നിട്ട് ദൈവമായുള്ള ബന്ധമുണ്ടെന്ന് പറയുന്നവനെ കുറിച്ചല്ല. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എത്ര പ്രലോഭനങ്ങൾ വന്നാലും ദൈവത്തെ വിട്ടൊരു ജീവിതമില്ലെന്ന് പറയുന്ന ഭക്തന് വേണ്ടി ഈ പകൽ എൻ്റെ ദൈവം ഇറങ്ങാതിരിക്കത്തില്ല. പ്രിയരെ, കരയുക. ഇനി ചില ദിവസങ്ങളേ ഉള്ളൂ. എന്തിന്? വീട് തരാനല്ല, മക്കളുടെ ഭാവി നടക്കാനല്ല. കരയൂ. ദൈവമായൊരു ബന്ധത്തിലേക്ക് കടന്നു വരാ. ആർക്കും തച്ചുടയ്ക്കാൻ കഴിയാത്ത ഒരു ദൈവത്തിന്റെ ബന്ധത്തിലേക്ക് ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിയാത്ത ആപത്തിനോ നഗ്നതയ്ക്കോ വാളിനോ ഉയർച്ചകൾക്കോ താഴ്ചകൾക്കോ
നിനക്കോ വരുവാനുള്ളവനോ ഈ ലോകത്തിലുള്ളവനോ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ലെന്ന് പറയുമോ ആഴമേറിയ ആ ദൈവിക ബന്ധത്തിലേക്ക് എഴുതിയിട്ടോ ആ ഒരു ബന്ധത്തെ നിങ്ങൾ പൊടി തട്ടിയെടുത്താൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ പുതുക്കി പണിത് ഇന്ന് പകൽ സബിംബാസക്ക് പണിയാൻ കഴിയില്ല കുഞ്ഞ്. ഇന്ന് പകൽ ഈ പ്രസംഗം പ്രസംഗിക്കുമ്പോ ഇരിക്കുമ്പോ ഇരിപ്പിലിരുന്ന് കൊണ്ട് ചോദിക്കണം, കർത്താവേ എന്റെ ജീവിതത്തിൽ പുതുക്കേണ്ടത് ഏതാണ്? എന്റെ കുടുംബത്തിനകത്ത് പുതുക്കേണ്ടതാണ്. അങ്ങനെ പുതുക്കി കരുത 2025 പിന്നെ ലോകം കാണുമ്പോൾ അത്ഭുതമായിട്ടാ, പിന്നെ ലോകം കാണുമ്പോൾ അതിശയകരമായിട്ടാ. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ എന്റെ ദൈവത്തോട് അർത്ഥവാല ധൂരാജാര ഘടക ധൂരാജാരാധാര. പ്രിയരെ, ദൈവം സംസാരിക്കും പ്രിയരെ, ദൈവം സംസാരിക്കും പ്രിയരെ. ഇന്ന് പകൽ ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് തിരുത്തേണ്ടത്? എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഇടിഞ്ഞു പോയ യാഗപീഠത്തെ എങ്ങനെയാണ് ഞാൻ പുതുക്കി പണിയണത്? ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴോ ദൈവം എന്നോട് പറഞ്ഞു, സഭയോട് പറ അത്ഭുതങ്ങൾ വാദിക്കല, പക്ഷെ എത്തിപ്പിടിക്കാൻ കഴിയാത്ത രീതിയിൽ അവർ വിദൂരതയിലാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വർഷങ്ങളായിട്ട് ഒരു വ്യക്തി ഒരു രാജ്യത്തിലേക്ക് പോകാൻ എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് 1-2 ദൂതുകൾ കൈമാറി. ആ സമയങ്ങളൊക്കെ മാറി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നടക്കേണ്ടതായിരുന്നു, എല്ലാ സാഹചര്യം ഒരുത്തു വന്നു, പക്ഷെ അതെല്ലാം തട്ടിമാറി. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ ഏത് സാഹചര്യത്തിനകത്താണ് അവൻ്റെ മുൻപിലുള്ള വാഗ്ദത്തങ്ങൾ വഴിമാറുന്നത്? ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ഒരു ദൈവദാസൻ എന്ന നിലയ്ക്ക് അമ്മേ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവെന്നോട് പറഞ്ഞു, ദൈവദാസനെ, ഞാൻ പ്രവർത്തിക്കാതിരുന്നിട്ടല്ല, ഞാൻ അവന് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി വന്നിട്ടും അവൻ എനിക്ക് വേണ്ടി അവൈലബിൾ അല്ലായിരുന്നു. അവൻ എൻ്റെ മുമ്പിലില്ലായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയില്ലായിരുന്നു. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തിയോട് ഞാൻ കണ്ണു തുറന്നിട്ട് ചോദിച്ചു, ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? ജീവിതത്തിൽ പ്രാർത്ഥനയുണ്ടോ? ആ ദൈവദാസൻ, ആ ദൈവ മനുഷ്യനോട് പറഞ്ഞു, മാസ്റ്റേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് 2 വർഷമായി. പ്രാർത്ഥിച്ചിട്ട് 2 വർഷമായി. ഞാൻ ചോദിച്ചു, ദൈവവുമായുള്ള ബന്ധമില്ലാത്തവന് വേണ്ടി എൻ്റെ ദൈവം എങ്ങനെ പ്രവർത്തിക്കും? ഈ തലമുറയിൽ എങ്ങനെയും ജീവിച്ചെങ്ങനെയും മരിച്ചാൽ മതിയോ? ഈ തലമുറയിൽ ദൈവത്തിൻ്റെ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തൊരു ജീവിതം വേണോ? എത്ര പ്രലോഭനങ്ങൾ നിന്നെ തേടി വന്നാലും, കൂട്ടുകാരുടെ ചക്കര വാക്കുകൾ നിന്റെ മുൻപിൽ വന്നാലും, കൂട്ടുകാരുടെ പ്രലോഭനങ്ങൾ നിന്റെ മുൻപിൽ വന്നാലും, ഈ ദൈവത്തെ മറന്നൊരു ജീവിതമില്ലെന്ന് പറയുന്ന ഒരു വിശുദ്ധ ജീവിതം നിനക്ക് വേണോ? ഇന്ന് പകൽ ദൈവത്തിന് അവൈലബിൾ ആകും പ്രിയരെ. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നീ ദൈവവുമായി കണക്ട് ആയാൽ നിന്റെ ജീവിതം അത്ഭുതം കൊണ്ട് നിറയും. നിന്റെ ജീവിതം അതിശയം കൊണ്ട് നിറയും. നിന്റെ ജീവിതം അവർണ്ണനീയമാകും. മഹത്തായതും മഹോദരവുമായ ദൈവം നിനക്ക് വേണ്ടി തുറന്നു തരും. കരമുയർത്തിപ്പറ, മഹത്തായതും അഗോചരവുമായത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറന്നു തരും. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ജോർജ് മുള്ളർ എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് തൻ്റെ പുസ്തകങ്ങൾ ഒത്തിരി ഗൂഗിളിലുണ്ട്, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും.
എൻ്റെ കയ്യിൽ 1-2 പുസ്തകങ്ങളുണ്ട്, ബുക്കായിട്ടുണ്ട്. അതിനകത്ത് തൻ്റെ അനുഭവം പറയുന്നത് ഇങ്ങനെയാണ്. ജോർജ് മുള്ളർ എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്, പേർഷ്യ എന്ന് പറയുന്ന സ്ഥലത്താണ് താൻ ജനിക്കുന്നത്. പഠിക്കുന്ന സമയത്ത് ഈ ദൈവത്തെ പറ്റി അറിഞ്ഞു. ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനമെടുത്തു. ശ്രദ്ധിച്ചേ, തീരുമാനമെടുത്തു. പക്ഷേ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം, കർത്താവേ, ഞാൻ നിന്നെ നോക്കി ഇറങ്ങുക. എൻ്റെ കൂടെ എൻ്റെ കുടുംബക്കാരില്ല, എൻ്റെ കൂടെ എൻ്റെ ബന്ധുമിത്രാദികളില്ല. എൻ്റെ ഈ യൗവനകാലത്ത് ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങുക. ശ്രദ്ധിച്ചു കേട്ടോടെ, ആമേൻ. ദൈവത്തെ നോക്കി ഇറങ്ങിയവൻ, ആ ദൈവ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പ്രാർത്ഥനാ വീരനായ ജോർജ് മുള്ളർ എന്നാണ് തന്നെ അറിയപ്പെടുന്നത്. അവൻ്റെ കൈമുതലായുള്ളവ പ്രസംഗിക്കാൻ വലിയ കഴിവില്ല പ്രിയരെ, പ്രവചിക്കാൻ വലിയ കഴിവില്ല. പക്ഷെ ആ ഭക്തൻ്റെ ജീവിതത്തിനകത്തുള്ള ഒരേ ഒരു കാര്യം, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ജോർജ് മുള്ളറിനെ പറ്റി പറയുന്നത്, ദിവസവും 6 മണിക്കൂർ ദൈവസന്നിധി കരയും. 15 മിനിറ്റ് പ്രാർത്ഥിക്കാൻ നിനക്ക് സമയമില്ലാത്ത നിങ്ങളോട് ദൂത് 6 മണിക്കൂർ കരയും ഒരു ദൈവ മനുഷ്യൻ. ഹല്ലേലൂയ. ദൈവം അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ടൊരു പ്രവാചകൻ പറഞ്ഞതല്ലൊരു ദൂത് കൊടുത്തു. നീ ഒരു അനാഥാലയം പണിയണം, അനാഥാലയം പണിയണം. ഞാൻ അവിടെ നിനക്ക് വേണ്ടി കരുതും. ദൈവത്തിൻ്റെ വാക്കിനനുസരിച്ച് ഏകദേശം 50 വയസ്സ് പ്രായമുള്ളപ്പോൾ അനാഥാലയങ്ങൾ 3 പണിതു. അനാഥാലയത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടി ഒരു ശമ്പളം തനിക്കില്ല, ഒരു ഓർഗനൈസേഷനും തന്നെ സപ്പോർട്ട് ചെയ്യുമില്ല, ഒരു സഭയും തന്നെ സപ്പോർട്ട് ചെയ്യുമില്ല. 100-ലധികം വരുന്ന കുഞ്ഞുങ്ങൾ അഭിരാവിലെ തലേ ദിവസം വന്നിട്ട് സ്റ്റാഫുകൾ പറഞ്ഞു, ആമേ സാറേ, ജോർജ് മുള്ളറെ, നാളത്തെ പകൽ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ആഹാരമില്ല. ജോർജ് മുള്ളർ പറഞ്ഞ പദം ഇങ്ങനെയാണ്, ദൈവം കരുതിക്കൊള്ളും, ദൈവം കരുതിക്കൊള്ളും. അഭിരാവിലെ ആയപ്പോ ജോർജ് മുള്ളർ കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയമായപ്പോൾ അവിടെ ഘടിപ്പിച്ചിരുന്ന ബെല്ല് ഉച്ചത്തിൽ ജോർജ് മുള്ളർ അടിച്ചു. 100ഓളം വരുന്ന കുഞ്ഞുങ്ങൾ ഓടി ബ്രേക്ക്ഫാസ്റ്റ് അടിക്കുന്ന ടേബിളിന് ചുറ്റുമെത്തി. ജോർജ് മുള്ളർ പറഞ്ഞു, മക്കളെ ഇരിക്കടാ, ഇരിക്ക്. കാലിയായി കിടക്കുന്ന പാത്രങ്ങളെ എടുത്തു വച്ചിട്ട് പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇങ്ങനെയാണ്, ഈ പകലും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഹലോ, എന്താ കർത്താവേ, ബ്രേക്ക്ഫാസ്റ്റ് തരണേ നല്ല തന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. 3 പ്രാവശ്യം കരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞു തീർന്നവോ, വാദിക്കൽ ഹോർഡിംഗ് ബെല്ലിൽ ഉച്ചത്തിലൊരു ഹോമേ ഒരു ബെല്ലടിച്ചു. ജോർജ് മുള്ളർ പറഞ്ഞു, അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു, പോയി നോക്ക്, കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം വന്നിട്ടുണ്ട്. ഈറനണിഞ്ഞ കണ്ണുമായി പ്രത്യാശയുടെ വാക്ക് പറഞ്ഞ് ജോർജ് മുള്ളർ ഇരിക്കുമ്പോൾ ചരിത്രം ഇങ്ങനെയാണ് പറയുന്നത്. ആ റോഡിലൂടെ പോയ ഒരു ട്രക്ക് ഡ്രൈവർ ബ്രെഡുമായി വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോ അർദ്ധരാത്രിയിൽ ദൈവാത്മാവ് ആമേൻ ആ ട്രക്ക് ഡ്രൈവറോട് പറഞ്ഞു, നീ വളവിലെത്തുമ്പോ അവിടെ ഒരു ഓർഫണേജ് ഉണ്ട്, അവിടെ നിന്റെ വണ്ടി ചവിട്ടണോ. ആ ഡ്രൈവർ വന്ന സമയവും ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയവും ഒന്നായിരുന്നു. കണ്ടു നിൽക്കുമ്പോൾ 100 കുഞ്ഞുങ്ങൾക്കും ഒരു ബേക്കറിയിൽ നിന്ന് മറ്റൊരു ബേക്കറിയിലേക്ക് ബ്രെഡ് കൊണ്ടുപോയ വ്യക്തി നിർത്തുക. ബ്രെഡ് എടുത്ത് ആമേൻ ആ ടേബിളിൽ വച്ച് അവർ ഭക്ഷിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ഹോണിംഗ് ബെല്ല്. ജോർജ് മുള്ളർ പറഞ്ഞു, പോയി നോക്ക്, അവർക്ക് കുടിക്കാനുള്ളത് വന്നിട്ടുണ്ട്.
ജോർജ് മുള്ളർ പറഞ്ഞതനുസരിച്ച് അവർ പോയപ്പോ ആവേശത്തുള്ള ധനാഢ്യനായൊരു മനുഷ്യൻ, വലിയ പാൽ വ്യാപാരിയായ മനുഷ്യൻ അർദ്ധരാത്രിയിൽ കിടമുറങ്ങിയപ്പോ ദൈവം പറഞ്ഞു അത്രേ, ഇത്ര ലിറ്റർ പാല് നാളത്തെ പകൽ ഓർഫനേജിൽ കൊണ്ടുകൊടുക്കണം. ഇന്ന് പകൽക്കാലം ഒരു ദൈവത്തെ എനിക്കറിയോ, നിന്റെ ഹൃദയത്തിന്റെ ഞെരുക്കത്തെ അറിഞ്ഞു മഴക്കു വേണ്ടി പ്രവർത്തിക്കും. മക്കളെ, സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി ഒരു കരവും കരുതിയില്ലേലും ഒരു പക്ഷേ ഈ പ്രസംഗം കേൾക്കുമ്പോൾ പറയും, പാസ്റ്റർ എൻ്റെ അമ്മയുടെ കയ്യിൽ എനിക്ക് വേണ്ടി ഒന്നുമില്ല, എൻ്റെ അപ്പൻ്റെ കയ്യിൽ എനിക്ക് വേണ്ടി ഒന്നുമില്ല. പക്ഷെ ഉള്ളവൻ നിന്റെ കൂടെയുണ്ട്. അവനുമായി ബന്ധത്തിലേക്ക് കയറി നിൽക്കുക. നിന്റെ ഭാവി അവർണ്ണനീയമാക്കി മാറ്റും. നിന്റെ ഭാവി അവർണ്ണനീയമാക്കി മാറ്റും. ഈ തലമുറയിൽ കരമുയർത്തി പറയാൻ കഴിയുമോ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോർജ് മുള്ളറുടെ ചരിത്രം പറയുമ്പോൾ 70-ാമത്തെ വയസ്സ് വരെ 10,000 കുഞ്ഞുങ്ങൾ ഓർഫണേജിൽ താൻ വളർത്തി. 70-ാമത്തെ വയസ്സെത്തിയപ്പോ ദൈവം പറഞ്ഞു, നീ ഒരു സഞ്ചാര സുവിശേഷകനാകണം. എത്രാമത്തെ വയസ്സിൽ? 70-ാമത്തെ വയസ്സിൽ. നമ്മളായി പറഞ്ഞേനെ പാസ്റ്റേ 70 50 പറയേ, കാല് വയ്യാത്തത് കൊണ്ടാ പള്ളി വരാത്ത. ജോർജ് മുള്ളർ പറയുക, 70-ാമത്തെ വയസ്സിൽ ഞാൻ കണ്ട സ്വപ്നം, എന്നോട് ദൈവം സംസാരിച്ചു, ഒരു സഞ്ചാര സുവിശേഷകനാകണം. ഞാൻ ആ വാക്കിനോട് ആമേൻ പറഞ്ഞു. എത്രാമത്തെ വയസ്സിൽ? 70-ാമത്തെ വയസ്സിൽ 10,000 കുഞ്ഞുങ്ങളെ ഓർഫണേജ് വളർത്തിക്കൊണ്ടിരുന്ന ജോർജ് മുള്ളർ 70-ാമത്തെ വയസ്സിൽ ഇറങ്ങി തിരിച്ചു. പ്രിയരെ, ചരിത്രം പറയുന്നത് 24 വർഷം ലോക രാജ്യങ്ങൾ സഞ്ചരിച്ചു. 44 രാജ്യങ്ങൾ ജോർജ് മുള്ളർ സഞ്ചരിച്ചു. 24 വർഷം കൊണ്ട് എത്ര? 44 രാജ്യങ്ങൾ. പ്രായം ഒരു വിഷയമല്ല. ദൈവമായിട്ട് ബന്ധമുണ്ടോ? 70-ാമത്തെ വയസ്സിൽ അവൻ ഇറങ്ങുമ്പോൾ 10,000 കുഞ്ഞുങ്ങളെ മാത്രം അനാഥാലയത്തിൽ വളർത്തിയവൻ 70-ാമത്തെ വയസ്സിൽ ഇറങ്ങി. 94 വയസ്സായപ്പോ 1,20,000 കുഞ്ഞുങ്ങളെ വളർത്തി ദൈവരാജ്യത്തിന് വേണ്ടി ഇറക്കി. എത്ര പേര്? 1,20,000 പേര്. നമ്മൾ കരയുന്നത് 2 മക്കളെ വളർത്താനാ. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, വാസേ, ഒരു കുഞ്ഞിനെ വളർത്തുന്നതിന്റെ പാടെനിക്ക്. 94-ാമത്തെ വയസ്സിൽ 1,20,000 കുഞ്ഞുങ്ങൾ ജോർജ് മുള്ളർ പഠനം കൊടുത്ത് പുറത്തിറങ്ങി. അനേകർ മിഷണറിമാരാക്കി. ദൈവവുമായി ബന്ധമുള്ളവൻ ഈ തലമുറയിൽ ഈ പൊട്ട ബുദ്ധിക്കകത്ത് ഒതുങ്ങുന്ന മിഷനമീ കാണരുത്. മകത്വമോ അഗോചരവുമായ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുമോ ആ ദൈവത്തിന്റെ വൻ പ്രവർത്തിയെ ഓർത്ത് കാരാപാടിച്ചു ദൈവത്തെ ആരാധനം. കരമടിക്കുമെങ്കിൽ അന്യഭാഷ പറയുമെങ്കിൽ ഈ പകൽ അഭിഷേകം വീടുകയാണ്. അഭിഷേകം വീടുകയാണ്. ഈ പകൽ ദൈവകൃപ വെളിപ്പെടുകയാണ്. ഓ ശാരവാല വൈരവാല അർത്ഥമാന ധൂരബലഘടകൾ ക്ഷുരവൈടവ. അന്യഭാഷകളിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങുക.
ആമേൻ. ദൈവാത്മാവ് ചിലരുടെ മേൽ അഭിഷേകത്തിന്റെ പകർച്ച കൈമാറുന്നു, അഭിഷേകത്തിന്റെ പകർച്ച കൈമാറുന്നു. ആരോ ചെയ്തു പഴകിയ ശുശ്രൂഷയല്ല കുഞ്ഞ്, ഈ തലമുറയിൽ ഇതുവരെയും ഉലകത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ചില ദൈവിക പ്രവർത്തികൾ ചെയ്യാ ഈ പകൽ പ്രാർത്ഥനാ മുറിയിൽ കയറാ. ശാരവാല വൈഡമാല അർത്ഥരേത കരമടിക്കുമെങ്കിൽ മമ്മായി, അന്യഭാഷ പറയുമെങ്കിൽ മമ്മായി. അസാധാരണമായ ദൈവ സാന്നിധ്യം ഇതിനകത്ത്. മക്കൾമാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, അഭിഷേകമുള്ള യൗവനക്കാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ തലമുറയിൽ പ്രായം ഒരു വിഷയമല്ല കുഞ്ഞ്. ഈ തലമുറയിൽ എന്നെ ദൈവത്തിന് ഉപയോഗിക്കാം. പ്രായം ഒരു വിഷയമല്ല കുഞ്ഞ്. ഈ തലമുറയിൽ ദൈവമായുള്ള ബന്ധമുണ്ടോ? അർത്ഥവാല ധൂരബല ഘടക ദുരഘടക ചുര വൈഡവരകബ അർത്ഥവാല ധൂരാധാര ഘടക ശാരാദ റീബാരാബ അർത്ഥുര വൈഡവരകബ റീബര വൈഡവരംദ ശാരാധാര ധാര ധാര ശാരധാര അർത്ഥമാന. പ്രാപിക്ക് പ്രാപിക്ക് പ്രാപിക്ക്. ചിലരെ ദൈവം തൊടുകയാ. യൗവനക്കാരതിനകത്തിരിക്കുമെങ്കിൽ നിന്റെ ഭാവി നിർണയിക്കുമ്പോ ദൈവമാക്കുഞ്ഞ്. ഈ തലമുറയിൽ അസാധാരണമായ അഭിഷേകത്തെ ചുമക്ക്. ഏതോ സാധാരണ വിശ്വാസിയായി തീരരുത്, ഏതോ സാധാരണ ദൈവദാസനായി തീരരുത്. ദൈവം കണ്ട വലിയവ, ദൈവം കണ്ട അസാധാരണമായവ. പതിനായിരങ്ങളെയല്ല, ലക്ഷങ്ങളെയല്ല, മില്യൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അഭിഷിക്തന്മാർ ഈ ആലയത്തിനകത്ത് മേൽക്കട്ട. ഓ ശാരാവാല അർത്ഥുരവൈടവ ശാരാവാല ശരാവലാരക ശരാരകൾ ഖബ. എടാ, 1,20,000 കുഞ്ഞുങ്ങളെ വളർത്താൻ ഒരു വയോവൃദ്ധന്റെ കരത്തെ ബലപ്പെടുത്തിയെങ്കിൽ ചലഞ്ച് ചെയ്യുക. എൻ്റെ ദൈവവുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ, എൻ്റെ ദൈവവുമായി നിനക്ക് ബന്ധമുണ്ടെങ്കിൽ നീ ലോകത്തെ കീഴ്മേൽ മറിക്കും, നീ പട്ടണങ്ങളെ കീഴ്മേൽ മറിക്കും, നീ രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കുക. ഈ തലമുറയിൽ പ്രാർത്ഥിക്കുക. ദൈവരാജ്യത്തിനു വേണ്ടി നിന്നെ ദൈവം ഉപയോഗിക്കട്ടെ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവത്തോടൊരു തീരുമാനം എടുക്കണം. കർത്താവേ, ഈ നവംബർ മാസം 17-ാം തീയതി ഞാൻ നിന്റെ മുഖം നോക്കി ഇറങ്ങുക. എൻ്റെ സാലറി മിന്നിൽ നിന്നാ. ഞാൻ സ്വർഗീയ ഭണ്ഡാരം നോക്കി ഇറങ്ങുക. മനുഷ്യനെ കണ്ടിറങ്ങുന്നില്ല, മനുഷ്യന്റെ മുഖം നോക്കി ഇറങ്ങുന്നില്ല. ഞാൻ അങ്ങയുടെ ബന്ധത്തിൽ കയറി നിൽക്കാം. ഇന്ന് പകൽ ഞാൻ നിന്നോട് ഇങ്ങനെ ഒരു ദൂത് പറയാം. നിന്റെ കയ്യിലുള്ള നന്മകൾ ശത്രു അപകരിച്ചു കൊണ്ടുപോകില്ല. സ്തോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. 3 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. 3 തരത്തിലുള്ള പ്രാർത്ഥന. പിടിക്കാമെങ്കിൽ പിടിച്ചോ. ഹന്ന പ്രാർത്ഥിച്ചു കുടുംബത്തിന് വേണ്ടി. ഹലോ, ഹന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദാനിയേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. യേശു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഓ, മനസ്സിലായില്ല? ഹന്ന കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ദാനിയേൽ രാജ്യമേ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മുടെ അരിമനാഥൻ പ്രാർത്ഥിച്ചത് സകലർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. ഓ, ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് ഒതുങ്ങരുത് നിന്റെ പ്രാർത്ഥന. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നീ പ്രാർത്ഥന യോദ്ധാവായി എഴുന്നേൽക്കുന്നെങ്കിൽ ഒരു ദേശത്തിന് വേണ്ടി മാത്രം ഒതുങ്ങരുത്. നിന്റെ വിഷൻ വലുതാകണം, നിന്റെ കാഴ്ചപ്പാട് വലുതാകണം. ഒന്നും കണ്ടില്ലേലും അപ്പനുമായുള്ള ബന്ധത്തിനകത്തിരുന്ന് പറയണം, കർത്താവേ, അഭിഷേകത്തോട് എന്നെ നീ ഒന്ന് പുറത്തെടുക്കണേ. അതെങ്ങനെ?
നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് സമയമില്ല. പിന്നെ എങ്ങനെ നീ ലോകരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? എല്ലാരോടും അല്ല ദൂത്. ഇതിനകത്ത് ചില കണ്ണുകൾ നിറയുന്നുണ്ട്, ആത്മഭാരത്തോടെ കരയുന്ന ചിലതുണ്ട്. ഈ പകൽ ഞാൻ ആത്മാവിൽ കൈമാറാം. അങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന ദൈവത്തിൻ്റെ പ്രവൃത്തിയെ കൊണ്ടുവരും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? Prayer is our lifeline. എന്ത്? ആരുമില്ലാത്ത ഏകാന്തതയിൽ എല്ലാം തകർന്നവനായി മാറുമ്പോൾ, പ്രാർത്ഥനയുമായി ദൈവത്തോട് കണക്റ്റ് ആകുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങും. ഇന്ന് പകൽ കരമുയർത്തി ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവം ഇറങ്ങും. ഈ പകൽ ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വിടുതൽ കിടക്കുന്നത് എവിടെയാണോ അവിടെ ദൈവിക ദൂതന്മാർ ഈ പകൽ ഇറങ്ങുകയാണ്. നിന്റെ ഭാവിയുടെ വാഴ്ത്തത്ത് എവിടെ കിടക്കുന്നു അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി. പിടിക്കാമെങ്കിൽ പിടിക്കാമെങ്കിൽ അസാധാരണമായ 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 ദൈവത്തിന്റെ കൃപ 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 ഈ പകൽ വെളിപ്പെടുകയാണ്. ഈ പകൽ വെളിപ്പെടുകയാണ്. ശരാബാരാധുരീഖബാല അർത്ഥമാന ധൂരധാര ധാരധാര ശരാബാനാധരീഖമാന ധൂരബാല ശാരഖേരബോനോ റിബന. ചില കൂടാരങ്ങൾക്കകത്തു ദൈവാത്മാവനോട് അങ്ങനെ പ്രവചിക്കാൻ പറയുന്നു. കൂട്ടമായ വിടുതലുകൾ മടക്കാതിരിക്ക. ശത്രു കെട്ടിയ ചില രേഖകളെ പൊളിച്ചു മാറ്റി ചില വാഴ്ത്തത്വത്തിന്റെ കൂട്ടമറുപടികൾ ചില കൂടാരത്തിന്റെ മേൽ ഈ പകൽ വെളിപ്പെടുകയോ. കരമടിച്ചു ദൈവത്തെ ആരാധിച്ചു തുടങ്ങ. ഈ പകൽ ദൈവത്തിന്റെ ഹിതം ശാരാബാല ധൂരാധാര ശാവാല വൈഡവാല ശ്രീകാമാല ഈബര വൈഡവ അർത്ഥന വൈഡേ ശാരാദ്വാര വൈവാരാവ ശാരാദേരേ ക്ഷീരമലകതേ അർത്ഥന വൈഡ ക്ഷീരമാല വൈവാരാവ ഓ ശരാദല കമേന ധൂര ശരാബനാടകൾ ഖബ. എന്നോട് ദൈവാത്മാവ് പറയുന്നു, കണ്ണുകൊണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികൾ എൻ്റെ ദൈവം ഈ പകൽ തുറന്നിടാൻ പോകുക. നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, നിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ഈ പകൽ ചലിക്കാൻ പോവുക. കാളുകൾ പറഞ്ഞ വിഷയത്തിൽ എൻ്റെ ദൈവം ചിലവിൻ്റെ മറുപടിയുമാ ഈ പകൽ ഇറങ്ങാൻ പോകുക. 2025 കൂട്ടമായ വിടുതലുകൾ ദേശത്തിൻ്റെ നടുവിൽ ദൈവസഭയുമായുള്ള ബന്ധത്തിൽ ദൈവാത്മാവ് ചെയ്യുന്ന ആളുകൾ വിദൂരമല്ല ആത്മാവ് പ്രവചിക്കുക. ഈ ദൂതിനോട് ആമേൻ പറഞ്ഞു സ്വീകരിക്കാൻ കടിയുമെങ്കിൽ 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 ഈ പകലാമേ പറഞ്ഞു സ്വീകരിക്കുക. ഈ പകൽ ദൈവ തന്റെ പ്രവൃത്തിയുമായി ഇറങ്ങുകയാ. ദൈവ തന്റെ പ്രവൃത്തിയുമായി ഇറങ്ങുകയാണ്. വൈഡവാന ധൂരജടകടകച്ചുര വൈഡവ ശവാല. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഒരു സാഹചര്യമില്ല നിന്റെ കൂടാരത്തിൽ അത് വെളിപ്പെടാൻ. ഒരു സാഹചര്യമില്ല. പക്ഷെ നിന്റെ കൂടാരത്തിനകത്ത് ചിലതിനെ മാറ്റി ദൈവാത്മാവ് ചില അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുക. അർഹതയില്ല, അർഹതയില്ലാത്തത് നിന്റെ കൂടാരത്ത് തേടി വരാൻ പോകുക, തേടി വരാൻ പോകുക, തേടി വരാൻ പോകുക. കുഞ്ഞെ അർഹതയില്ല, പക്ഷെ നിന്റെ ശുശ്രൂഷയെ തേടി വരാൻ പോകുക, നിന്റെ സഭയെ തേടി വരാൻ പോകുക, നിന്റെ കുടുംബത്തെ തേടി വരാൻ പോകുക. ഈ പകൽ വിശ്വസിക്ക. ആത്മാവിൽ ദൈവാത്മാവിനോട് കൈമാറുന്നു. ദൈവം പ്രവർത്തിക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടാരത്തിൽ അർഹതയില്ലാത്തത് വെളിപ്പെടാൻ പോവുക, അർഹതയില്ലാത്തത് വെളിപ്പെടാൻ പോവുക. വേഗത്തിൽ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടാൻ പോവുക. ശാബാരാധരഘടക
പ്രാർത്ഥിക്കുന്നവൻ്റെ പവർ ഞാൻ കാമേ വചനത്തിനകത്ത് ആഴമായി ഇറങ്ങിയാൽ ഒട്ടനവധി പറയാനുണ്ട്. പക്ഷെ ഒരു വാക്യം ഞാൻ തൊട്ടിങ്ങനെ പറയാ, പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എൻ്റെ ദൈവം ഇറങ്ങും. അർഹതയില്ലാത്തത് അവൻ്റെ കൂടാരത്തെ തേടി വരും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ലല്ലോ? ഹല്ലേലൂയ. ഗത്ത് എന്ന പട്ടണത്തിൽ ഹലോ, ഗത്ത് എന്ന പട്ടണത്തിലുമായി ബന്ധപ്പെട്ട് ഒരുവൻ ഒരു മലമുകളിൽ താമസിക്കുന്നുണ്ട്. നീണ്ട 20-ലധികം വർഷമായി അവൻ്റെ കണ്ണുനീർ, അവൻ്റെ പിതാക്കന്മാർ ചെയ്ത പാപം നിമിത്തം ദൈവ സാന്നിധ്യത്തിന്ന് 10 തലമുറകൾ നഷ്ടമായി എന്ന് പറഞ്ഞാൽ 10ാം തലമുറ പോലും ദൈവ സാന്നിധ്യത്തിനകത്ത് കയറാൻ പ്രമാണമില്ല. അങ്ങനെ ഗത്ത് എന്ന താഴ്വരയുടെ അടിവാരത്തിൽ നിന്ന് ഇച്ചിരി ഉയരമുള്ള പർവ്വതത്തിൽ ഒരുവൻ താമസിക്കുകയാണ്. ഗത്ത് എന്ന് പറയുന്ന താഴ്വര ഏലാ താഴ്വരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഗത്തിൻ്റെ പ്രത്യേകതയാണ് നോമൻസ് ലാൻഡ് എന്ന് പറയും. ഗത്തിൻ്റെ പ്രത്യേകത അതിന് അവകാശമില്ലാത്ത മണ്ണ് എന്ന് പറഞ്ഞാൽ അനാഥരാണ് കിടക്കുന്നത്. പറയാൻ കുടുംബപ്പേരില്ല, പേർത്തു വയ്ക്കാൻ മാമേ കുലമഹിമയില്ല, ഒന്നുമില്ല. അനാഥരായി ദൈവ സാന്നിധ്യത്തിന്ന് 10 തലമുറ അകന്ന് കിടക്കുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടോണേ, ഏലിയുടെ കാലത്ത് ഏലിയുടെ കണ്ണുമങ്ങിയപ്പോൾ അവൻ്റെ തലമുറകൾ പാപം ചെയ്തു മരണശിക്ഷ ഏറ്റുവാങ്ങിയപ്പോൾ 10 തലമുറകൾ വരെ ദൈവ സാന്നിധ്യത്തിനകത്ത് കടക്കാൻ കഴിയാതെ ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ഉണ്ടായിരുന്നിട്ടും ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ട് മറ്റൊരു തലമുറ നിൽക്കുമ്പോൾ ഏലിയുടെ കാലഘട്ടത്ത് ഫെലിസ്തീയർ ആമേ ശ്രദ്ധിച്ചു കേട്ടോ, ദൈവമഹത്വമിറങ്ങുന്ന ദൈവത്തിന്റെ പെട്ടക അവർ ഫെലിസ്തീയർ എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. ഫെലിസ്തീയർ പിടിച്ചു കൊണ്ടുപോയി. ഫെലിസ്തീയരുടെ അവിടെ വയ്ക്കാൻ കഴിയാതെ ഹലോ അബീനാദാം എന്ന് പറയുന്ന ഒരുവന്റെ വീട്ടിൽ 20 വർഷം ഹലോ നീണ്ട വർഷങ്ങൾ അബീനാദാമിന്റെ വീട്ടിനകത്ത് ഈ പെട്ടകം ഇരിക്കുകയാണ്. ദാവീദ് രാജസിംഹാസനത്തിലിരുന്നപ്പോ പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അബീനാദാമിന്റെ വീട്ടിലിരിക്കേണ്ടതല്ല പെട്ടകം ദേവാലയത്തിൽ ഇരിക്കേണ്ടതാണ്. എനിക്ക് പെട്ടകം തിരിച്ചു കൊണ്ടുവരണം. അബീനാദാമിന്റെ മക്കളിൽ ഒരുവനായ ഉസ്സ ദാവീദിന്റെ ഉറ്റ സ്നേഹിതനാണ്. അവൻ ഒരു പുതിയ കാളക്കുട്ടി എടുത്തു. കാളവണ്ടിക്കകത്ത് പെട്ടകം കയറ്റി ഉസ്സ പെട്ടകത്തെ ചുറ്റിപ്പിടിച്ചു. കാള വിരണ്ടപ്പോ ഉസ്സ ക്ഷണത്തിൽ മരിച്ചു വീണു. പ്രമാണമില്ലാതെ പെട്ടകമെടുത്തപ്പോൾ ഉസ്സ മരിച്ചു വീണപ്പോൾ കൂടെ നിന്ന് ഒരുവൻ ദാവീദിനോട് പറഞ്ഞു, ദാവീദേ, ഈ പെട്ടകം നീ കൊണ്ടുപോയാലും നീ തട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നിന്റെ കരം വിശുദ്ധമല്ല. ദാവീദ് ചെയ്തത് കേൾക്കണോ? കഴിഞ്ഞ വർഷങ്ങൾ ഒരായുസ് മുഴുവനും ദൈവസന്നിധിയിൽ കയറാൻ കഴിയാത്ത ഒരുവനിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പാ, നേരിട്ട് കാണാൻ ആ പെട്ടകത്തെ കാണാൻ കഴിയില്ല. ദൂരെ നിന്നെങ്കിലും എനിക്കും എൻ്റെ തലമുറയ്ക്കും അതിനെ ഒന്ന് ആരാധിക്കാൻ ഒരവസരം തരണേ. ഒരുവൻ ഒരായുസ് മുഴുവനും പ്രാർത്ഥിക്കുക. കേട്ടോ, ആമെ പ്രമാണമുള്ളവന്റെ കൂടാരത്തിനകത്ത് നീണ്ട 20 വർഷം പെട്ടകം ഇരുന്നിട്ടും അവന്റെ കൂടാരത്തിനകത്ത് ഒരു മാറ്റവും വന്നില്ല. പക്ഷെ ഒരായുസ് മുഴുവനും കരയുക, നിന്റെ പെട്ടകത്തെ എനിക്കൊന്ന് കാണണം, നിന്റെ മനോഹരത്വത്തിൽ എനിക്കൊന്ന് വസിക്കണം എന്ന് കരുതി കരഞ്ഞുകൊണ്ട് ഓബേദേദോം എന്ന് പറയുന്ന ഭക്തൻ കരയുമ്പോൾ വചനം പറയുന്നു, ദാവീദ് ഉപായത്താൽ ഓബേദേദോമിന്റെ പെട്ടാമെ കൂടാരത്തിനകത്ത്, ഗദ്ദേശത്തുള്ള ഓബേദേദോമിന്റെ കൂടാരത്തിനകത്ത് പെട്ടകത്തെ കൊണ്ടുവയ്ക്കാൻ പോയപ്പോ ഓബേദേദോം എഴുതത് കേൾക്കണോ? തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, അർഹതയില്ലാത്ത ദൈവമകത്ത് നമ്മുടെ കൂടാരത്തെ തേടി വരികയോ. 2025 വിശ്വസിച്ച ഈ എമ്മിന്റെ സഭയോ സാക്ഷ്യം പറയോ, അർഹതയില്ല നിന്റെ കൂടാരത്തിൽ വെളിപ്പെട്ടു. പിടിക്കാമെങ്കിൽ പിടിച്ചോ.
പാസ്റ്ററെ, ഞങ്ങൾ ഒരിക്കലും ഇരച്ചില്ല, ചിമ്പിച്ചില്ല. പക്ഷേ അർഗമയില്ലാത്തവ എന്റെ കൂടാരത്തിൽ ദൈവം. തൻ്റെ ഉണ്ടോ കാരം ഉയർത്തിയോ നാമം പറയാൻ? അടുത്ത വർഷം നീ സാക്ഷ്യം പറയണം. അടുത്ത വർഷം നീ സാക്ഷ്യം പറയണം. 2025 അർഹതയില്ലാത്ത ദൈവം എനിക്ക് തന്നു. ഓ, ആരോടൊക്കെ ദൈവാത്മാവ് പ്രവചിക്കുക. കുലമഹിമ നോക്കിയ, സൗന്ദര്യം നോക്കിയ, പഠനം നോക്കിയ, നിനക്കെത്തിപ്പെടാൻ കഴിയാത്തത് നിന്റെ കൂടാരത്തെ തേടി വരുന്നു. നിന്റെ കൂടാരത്തെ തേടി വരുമോ മക്കളെ? നിന്റെ അഭിഷേകത്തെ തേടി വരുമോ? അസാധാരണമായ ഒരു ദൈവ സാന്നിധ്യം ഇതിനകത്ത് ചലിക്കുക. ഒരു ഉറപ്പ് ഞാൻ പറയാം. ഓബേദേദോമും തന്റെ മക്കളും പറഞ്ഞു, പലേ നീ ഒരായുസ് മുഴുവന് കരഞ്ഞത് ദൂരെ നിന്ന് പെട്ടകം കാണാനല്ലേ? ആ പെട്ടകം ഇന്ന് നിന്നെ തേടി വരിക. കേട്ടോ, വചനം പറയുന്നു, 20 വർഷം പ്രമാണമുള്ളവന്റെ വീട്ടിലിരുന്നിട്ട് ഒരു മാറ്റവും ഇല്ല. പക്ഷെ ജാതിയായവന്റെ ഒരു കൂടാരത്തിനകത്ത് ഈ പെട്ടകം 3 മാസം ഇരുന്നു. ദാവീദിന്റെ കൊട്ടാരം വരെ അറിഞ്ഞു. അവനും അവന്റെ തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടു. എൻ്റെ ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്കകത്തിറങ്ങിയാൽ അർഹതയില്ലാത്തത് നിന്റെ കൂടാരത്തിൽ വെളിപ്പെടാൻ മാത്രമല്ല, രാജ്യങ്ങൾ ചർച്ചാ വിഷയമാകുന്ന അഭിഷേകത്തിന്റെ നിയോഗങ്ങൾ വെളിപ്പെടും. നിന്റെ ശുശ്രൂഷ രാജ്യങ്ങൾ ചർച്ചാ വിഷയമാകും. ഈ മകൾ വിശ്വസിക്കാമെങ്കിൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവസന്നിധി നീ പ്രാർത്ഥിച്ചാൽ നിന്റെ തലമുറയുടെ ഭാവി രാജ്യങ്ങൾ അറിയും. നിങ്ങൾക്ക് വേണ്ടെന്ന് തോന്നുന്നു. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ ഞാൻ വിശ്വസിക്കും. അടുത്ത 2025 ഞാൻ സാക്ഷ്യം പറയും. ഓ, എനിക്ക് തൻ്റെ ഇടമുണ്ട്. കാരണം ഞാൻ പ്രസംഗിക്കുന്ന വചനം അത് ശക്തിയുള്ളതാണ്. ഈ പകൽ വിശ്വസിക്കുക. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം എഴുന്നേറ്റാൽ ചരിത്രങ്ങൾ മാറുന്ന ദൈവ പ്രവർത്തികൾ വെളിപ്പെടാം. എനിക്ക് നിന്ന് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ശാപം കരുതി ദേവാലയത്തിൻ്റെ മുറ്റത്ത് പോലും വരാൻ പാടില്ലാത്ത ഓബേദേദോമിന്റെ കുടുംബത്തെ പറ്റി ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം വീട്ടിൽ പോയി വായിച്ചാൽ മതി, എടുക്കണ്ട, എഴുതിയിട്ടുണ്ട്. ദാവീദിന്റെ മകൾ ശലോമോൻ യെരൂശലേം ദേവാലയം പണിതപ്പോൾ ആലയത്തിന്റെ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് വായിച്ച് പാടിയതിൽ ഒന്നാമത് ഓബേദേദോമിന്റെ തലമുറയായിരുന്നു. എനിക്ക് നിന്റെ സാന്നിധ്യം വേണമെന്ന് കരുതി കരഞ്ഞ ഓബേദേദോമിനെ പറ്റി വചനം പറയുന്നു. ഓബേദേദോം ആലയത്തിന്റെ കാവൽക്കാരനായി. ആലയത്തിന്റെ ഗത്തിൽ ആരോരുമില്ലാത്ത, അഡ്രസ് ഇല്ലാതെ ഗത്തിൽ കിടന്നവൻ ഇന്ന് യെരൂശലേം ദേവാലയത്തിന്റെ കാവൽക്കാരൻ. Why it happened? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും. പ്രാർത്ഥിച്ചാൽ ദൈവം എഴുന്നേൽക്കും. Prayer is a lifeline. ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തത് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമായുള്ള അവൻ ലൈഫ് ലൈനാണ് പ്രയർ. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ തലമുറകൾ ആലയത്തിന്റെ ശുശ്രൂഷകരാകും.
നിന്റെ തലമുറ ആലയത്തിൻ്റെ കാവൽക്കാരാകും. നീ പ്രാർത്ഥിച്ചാൽ ആയിരങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ഞാൻ ആയിരങ്ങളെ വിട്ടു. ഞാൻ 1-2 ദൈവദാസന്മാരുടെ ചരിത്രം പഠിച്ചപ്പോൾ ഞാൻ ആയിരങ്ങൾ വിട്ടു, 10,000 വിട്ടു. മില്യൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അഭിഷിക്തന്മാരാകും. കോടിക്കണക്കിന് പേര് ദൈവരാജ്യത്തിന് വേണ്ടി പിടിച്ചെടുക്കുന്ന ആത്മവിയോഗമുള്ളവരായി മാറും. ഹേ പാസ്റ്റർ, എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ എനിക്ക് പോലും നല്ല വിദ്യാഭ്യാസത്തിന് നിവർത്തിയില്ല. ഞങ്ങൾക്ക് പോലും കയറി കിടക്കാൻ പറ്റിയൊരു വീടില്ല. പിന്നെ എങ്ങനെയാ പാസ്റ്റേ ആയിരങ്ങളെ ഞങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നേ? പ്രാർത്ഥിക്കുക. പ്രയർ ഈസ് എ ലൈഫ് ലൈൻ. ജീവിതമില്ലാത്തവർക്ക് ജീവിതത്തെ കൊടുക്കുന്നതാണ് പ്രാർത്ഥന. എല്ലാം തകർന്നവര് ദൈവമായുള്ള ബന്ധം സകലതും കൊടുക്കും കേട്ടോ. ആരോരും വേണ്ടാതെ ഗത്തിന്റെ പുറമ്പോക്ക് ഭൂമിക്കകത്ത് കിടന്ന ഒരുവനെ തേടി ദൈവം മഹത്വം വന്നെങ്കിൽ നിന്റെ തലമുറയുടെ ചരിത്രം മാറില്ലേ? നിന്റെ കുടുംബത്തിൻ്റെ ചരിത്രം മാറില്ലേ? നിന്റെ അവസ്ഥ മാറില്ലേ? കൺകളെ മൂടാമോ? ഒരു ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആഴമായ സമർപ്പണത്തോടെ ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആഴമായ സമർപ്പണത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചു. സ്വർഗത്തിലേക്കൊന്ന് കരമുയർത്തി വന്നു. അപ്പാ, ജോർജ് മുള്ളറിനെ പോലെ, ഡേവിഡ് ലിവിൻസ്റ്റനെ പോലെ, വില്യം കേറിയെ പോലെ ഒരഭിഷേകത്തെ ഈ തലമുറയിൽ എനിക്കൊന്ന് തരണേ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന്. എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. ഈ ആലയത്തിൽ നിൽക്കുന്നെങ്കിൽ എല്ലാ കണ്ണുകളും ദൈവസല്ലടയട്ടെ. ആഴമായൊരു പ്രാർത്ഥന ഇതിനകത്ത് ഉയരട്ടെ. ഇരുകരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ പകൽ എനിക്ക് സ്വയമേ കഴിയില്ല, എനിക്ക് സ്വയമേ കഴിയില്ല. ഈ പകൽ നീ എൻ്റെ കൂടെയുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥനാ ജീവിതം എന്നിൽ പൊതിഞ്ഞു വരാൻ കഴിയും. ഒന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ നിന്നെ നിർബന്ധിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, അതിരാവിലകളിൽ നിന്നെ തട്ടി ഉണർത്തി പ്രാർത്ഥിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഞാനാകുന്നിടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ, അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാണപ്പാ. ഞാനാകുന്നിടങ്ങളിൽ എല്ലാം കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ, അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാണപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൽഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയാൻ.
കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ ഞാനാകുന്നിടങ്ങളിൽ എല്ലാ കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാണപ്പാ ഞാനാകും ഇടങ്ങളിൽ എല്ലാ കൃപയിൽ മറഞ്ഞു നിൽപ്പാൻ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽപ്പാൻ കൊതിയാണപ്പാ 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 നിൻ സാന്നിധ്യത്തിൽ മറയാ ഓ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ എന്നെ സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന ഒരപ്പാവുണ്ട് നല്ലൊരു ദൈവമുണ്ട് നല്ലൊരപ്പാവുണ്ട് നല്ലൊരു ദൈവം എന്നെ സ്നേഹിച്ചിടുന്ന സ്നേഹിച്ചിടുന്ന എന്നെ മാനിച്ചിടുന്ന നല്ലൊരപ്പാവുണ്ട് നല്ലൊരു ദൈവമുണ്ട് നല്ലൊരപ്പാവുണ്ട് നല്ലൊരു ദൈവമുണ്ട് കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ ഓ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ കൊതിയാണപ്പാ we worship you Lord കൊതിയാണപ്പാ oh we adore you Lord നിൻഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം കൊതിയാണപ്പാ ഈ പകൽ കൈമാറണേ കൊതിയാണപ്പാ ഈ പകൽ ചിലവിനമേ ഈ പകൽ പോരം ഓ കൊതിയാണപ്പാ കൊതിയാണപ്പാ ഇന്ന് പകൽ ചിലവിന്റെ ശിരസിനമേ ഈ പകൽ അങ്ങയുടെ അഭിഷേകം വീഴണേ ഓ കൊതിയാണപ്പാ കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ കൊതിയാണപ്പാ ചിലർ ഈ പകൽ ചിലത് ആത്മാവിൽ നിന്നും പ്രാപിക്കുവാൻ
അസാധാരണമായ ദൈവകൃപ വെളിപ്പെടുവാൻ അന്യഭാഷകളിൽ ദൈവത്തെ ദൈവത്തോടൊന്ന് സംസാരിച്ചു തുടങ്ങാം. ദൈവത്തോടൊന്ന് സംസാരിച്ചു തുടങ്ങാം. കൊതിയാണപ്പാ, കൊതിയാണപ്പാ. ഈ പകൽ തൊടുന്നു ചിലവിനെ. ദൈവം തൊടുകയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ. ചിലരുടെ മേൽ ആഴമായ ദൈവിക പകർച്ചകൾ ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക്, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക്, ഒരു കൂടാരത്തിൽ നിന്ന് മറ്റൊരു കൂടാരത്തിലേക്ക് ഈ പകൽ പകർച്ചകൾ വെളിപ്പെടട്ടെ. അസാധാരണമായ ഭാവികൾ ഈ പകൽ വെളിപ്പെടട്ടെ. പ്രാപിക്കും, പ്രാപിക്കും, പ്രാപിക്കും. ഈ പകൽ പിടിക്കാമെങ്കിൽ പിടിക്കുക. നിന്റെ ഭാവിയുടെ കെട്ടുകൾ ഈ പകൽ പൊട്ടി മാറുന്നു. അഭിഷേകത്തിന്റെ തീ കനലുകൾ നിന്നെ തൊടുമ്പോ നിന്റെ ജീവിതത്തെ മാറ്റുമോ? ഓ ശാബാബാ റിബോള ഖുലാവനെ റിബാലത്തെ ഉറിദുലെ ശരമേല അർഥാരഗെ ശരബോ റിഥേ. തൊടുന്നു, തൊടുന്നു, തൊടുന്നു. ഈ പകൽ ദൈവം ശരീരങ്ങളെ വിട്ടുകൊണ്ട് ആരാധിക്കുക. ഈ പകൽ ദൈവമിനെ തൊടുകയോ, നിന്റെ ഭാവമാവിനെ തൊടുകയോ, നിന്റെ ആലയത്തെ ദൈവം തൊടുകയോ, നിന്റെ ശുശ്രൂഷയെ ദൈവം തൊടുകയോ, ഈ വചനം ആഴമായി ചലിക്കുക. Yes, yes. Yes, 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 yes. Rama baba baba, riga baba baba. Shara bana thara, arkha bana bana da. Shira bana, vaina bana, riga bana, shira bana. Shara dare dare. പ്രാർത്ഥന യോദ്ധാക്കൾ, പ്രാർത്ഥന കരമടിച്ചു വായികളെ തുറമ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവരുടെ കൂടാരത്തിനകത്ത് ഈ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ, പ്രാർത്ഥനയുടെ നിയോഗത്തെ എഴുന്നേൽക്ക്. കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേശ്യകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. We love your presence, Father. Sharamana Dhurabala. Katunu, Katunu, Katunu. Kilavindu Bagal Abhishekathinte Piyal Kattumo. Oh, ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലാത്ത ആത്മസാന്നിധ്യം ചിലരുടെ ജീവിതത്തിനകത്ത് വഴി. ഓ ശാരാബാല ധൂരാബാല. ചരിത്ര യോഗങ്ങളെ പിടിക്കുമ്പോ അഭിഷേകം പ്രസന്നത്തെ വാഞ്ചിக்கிறேன். ഓ ഷാ, ഓ ഷാബാരാദാ റിമാനാ ഷാരാഖോമോനോ ഷാരാബലാരഗ
എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇതിനകത്തുനിന്ന് പട്ടണങ്ങളെ പിടിക്കുന്ന ചിലത് പുറത്തു വരും. രാജ്യങ്ങളെ തൊടുന്ന ചിലത് പുറത്തു വരും. അസാധാരണമായ അഭിഷേകം വഹിക്കുന്ന ചില പുറത്തു വരും. ഒരു ഇരുട്ടിന്റെ വ്യാപാരങ്ങൾക്കും തൊടാൻ കഴിയാത്ത അഭിഷേകമുള്ള ചിലത് നിന്റെ കൂടാരത്തിനകത്തുനിന്ന് പുറത്തു വരും. പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതം ഒരു ചരിത്രമായി മാറും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞാൽ നിന്റെ തലമുറയിൽ പൈശാചിക ലോകം കൊണ്ടിടുന്ന ചില പ്രതികൂലങ്ങളെ മുന്നമേ കണ്ട് അതിനെ ജയിക്കുക മാത്രമല്ല, അതിനെ ജയിക്കുമ്പോൾ നിന്റെ തലമുറ ആയിരങ്ങൾക്ക് പ്രയോജനമുള്ളതായി മാറുന്ന സീസണുകളെ ദൈവം തുറന്നു വയ്ക്കും. ആലയത്തിൻ്റെ അവസ്ഥകൾ മാറും, സ്ഥിതികൾ മാറും. ഇന്റീരിയർലി എക്സ്റ്റീരിയർലി ഇവന്റെ സ്ഥിതികളെ ദൈവം 2025 പൊളിക്കും. ഇതിന്റെ അതിരുകളെ ദൈവം എഴുതും. എന്നോട് ദൈവാത്മാവ് പറയുന്നു, അസാധാരണമായ യോഗം ദേശങ്ങളുടെ മേൽ ചലിക്കും. അനേക അഭിഷിക്തന്മാർ ഈ ആലയത്തിനകത്തുനിന്ന് പുറത്തു വരും. ആലയം ഗർഭം ധരിച്ച് അനേക മിഷണറിമാരെ നിയോഗത്തോടെ കൈവച്ച് പറഞ്ഞു വിടും. നാളുകൾ വിദൂരമല്ലെന്ന് ആത്മാവ് തൂകയായി മാറും. ചില പാരമ്പര്യത്തിന്റെ അടിസ്ഥാനങ്ങളെ ഞാൻ പൊളിക്കും. ഞാൻ ആലയവുമായി ബന്ധത്തിൽ പുതിയ ചിലത് ചെയ്യും. വേഷം അതിശയിക്കുന്ന ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടും. നിങ്ങളോട് എതിർക്കുന്ന ചിലവിനെ ആത്മാവ് നാശിത്വവും ഇല്ലായ്മയാക്കി തീർക്കുമെന്ന് ആത്മാവ് ദൈവസഭയോട് ദൂത് കൈമാറുന്നു. ഇന്ന് പകലിൽ വിശ്വസിക്കുക, ഞാൻ നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. ഈ ജനത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരു നിമിഷം ദിവസം ഇരിക്കാം. കൊണ്ടുവന്ന നന്മകളെ ഒന്ന് കരങ്ങളിലെടുക്കാമോ? ദശാംശമായി നേർച്ചയായി കൊണ്ടുവന്ന നന്മകളെ ഒരു നിമിഷം കരങ്ങളിലെടുക്കാമോ? ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓഫറിങ്ങുകളും ടൈറ്റുകളും നിക്ഷേപിക്കാവുന്നതാണ്. ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? സ്വർഗീയമല്ല കർത്താവേ, ഈ ജനത്തെ ഞങ്ങൾ അങ്ങനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ ഉയർത്തിപ്പിടിച്ചിരുന്ന കരങ്ങളെ നീ കാണുന്നല്ലോ. ലൈവിലൂടെ ഓഫറിങ്ങളും ടൈറ്റുകളും നിക്ഷേപിക്കുന്നവരുണ്ടാണ്. ഓൺലൈനായി ഓഫ്ലൈനായി നിക്ഷേപിക്കുന്ന എല്ലാവരെയും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇല്ലായ്മയുടെ നടുവിൽ വിതയ്ക്കുകയാണ്. 1000 മടങ്ങ് കൊയ്യുവാൻ സ്വർഗമിട വരുത്തും. മഹത്വത്താൽ മൂടും പ്രാർത്ഥനകൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിളിച്ചിട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മെസ്സേജ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലി നിങ്ങളുടെ ആലയവുമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ഞായറാഴ്ചകളിൽ രാവിലെ കാട്ടാക്കട മലയങ്കിഴ് ട്രിവാൻഡ്രം റോഡിന് മലയങ്കിഴിൻ്റെ ദേശത്തിനടുത്ത് അന്തീർക്കോണത്ത് ഞങ്ങളുടെ ആരാധനകൾ 9 മണി മുതൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉച്ച കഴിഞ്ഞിട്ട് 4 മണി മുതൽ ട്രിവാൻഡ്രത്ത് പാളയത്തിന് ബിഷപ്പ് പെരേര ഹാളിനടുത്ത് മഠത്തിൽ ടവേഴ്സിൻ്റെ 3ാമത്തെ ഫ്ലോറിൽ ഞങ്ങളുടെ ആരാധനകൾ നടന്നു വരുന്നു. നിങ്ങൾ കടന്നു വരാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഗോഡ് ബ്ലസ് യു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.